പോലും എഴുതാത്ത എത്ര ആളുകളുണ്ടാകും? ധരിച്ചിട്ടുണ്ട് പക്ഷേ റബ്ബ് എഴുതിയിട്ടില്ല. നോമ്പ് നോറ്റിട്ടുണ്ട് പക്ഷേ റബ്ബ് എഴുതിയിട്ടില്ല. എഴുതാൻ സമ്മതം കൊടുത്തിട്ടില്ല. നന്മകൾ ചെയ്തത് എഴുതാൻ നിബന്ധനകളുണ്ട്, തിന്മകൾ എഴുതാൻ നിബന്ധനകളില്ല. ഒരു നിസ്കാരം എഴുതാൻ എത്രയോ നിബന്ധനയുണ്ട്. എന്തേ നിബന്ധന? നിസ്കാരം സഹിയാകാനുള്ള നിയമം ചെയ്താൽ മാത്രം മതിയോ? പോരാ. നജസ് മേത്തില്ല, വൃത്തികേട് മേത്തില്ല, ഒന്നും ശരീരത്തിലില്ല. എല്ലാം ഫാത്തിഹത്തെ കറാകറക്റ്റ് തജ്വീദ് നിയമപ്രകാരം ഓതിയിട്ടുണ്ട്, പക്ഷെ റബ്ബ് സ്വീകരിച്ചിട്ടില്ല. സ്വീകാരത്തിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ഇഖ്ലാസാണ്. ആ ഇഖ്ലാസോടുകൂടെ ചെയ്ത അമല് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഒരു അമല് ചെയ്താൽ അതിനെ മലക്കുകൾ എഴുതിക്കൊണ്ടു പോകുന്നു. ഒന്നാനാകാശത്തിലെത്തുമ്പോൾ നിശ്ചിത പരിശോധന നടക്കുന്നു. ആ പരിശോധനയിൽ ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ട പരിശോധന നടക്കുമ്പോൾ അതിനെതിരിലാണ് അമലിന്റെ അവസ്ഥയെങ്കിൽ ആ അമലതാ തള്ളപ്പെടുന്നു. ഒന്നാനാകാശത്തിലെ മലക്കിന്റെ അരികിൽ പട്ടമില്ലാതെ പോകുമ്പോൾ രണ്ടാനാകാശത്തെ മലക്ക് പരിശോധിക്കുന്നു. അത് മറ്റൊരു പരിശോധനയാണ്, ഈ പരിശോധനയല്ല. അതിൽ തെറ്റുപോയാൽ തള്ളപ്പെടുന്നു. അവസാനം ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി ധരിക്കുന്ന ഹദീസിൽ കാണാം, എല്ലാ പട്ടണങ്ങളും തീർന്ന് സ്വീകരിക്കപ്പെടുന്ന അമലുകൾ കുറവാണ്. ചിന്തിക്കണ്ടേ സഹോദരന്മാരെ, നമുക്കൊക്കെ സമാധാന. ഈ റമദാനിൽ എല്ലാ തറാവിയും നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ നോമ്പും വളരെ കറക്റ്റ് നോറ്റിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ വേവലാതി വേണം, വേവലാതി വേണം. ഇങ്ങനെ ചിന്തിച്ചു നോക്കാട്ടെ, നമ്മൾ ചെയ്ത നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തും കാര്യമൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എല്ലാ നിബന്ധനയും എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യത്തിലുള്ള നിബന്ധനയൊക്കെ ഒത്തിണങ്ങി ചെയ്താൽ തന്നെ സ്വീകരിച്ചോളണമെന്നില്ല. എന്നാൽ തെറ്റുകളോ ഒരു നിയമവുമില്ല, അങ്ങ് ചെയ്താൽ മതി, എഴുതിക്കോളൂ. ഈ രൂപത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ അവസ്ഥ എന്ത് സഹോദരന്മാരെ? ഈ രൂപത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ആഖിറത്തിന്റെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? ചെയ്ത തെറ്റ് നമ്മുടെ ഏടുകളിൽ എഴുതപ്പെട്ടു, നന്മകൾ എഴുതപ്പെട്ടില്ലെങ്കിൽ ആഖിറത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും വേവലാതി വേണം. അയിമ്മത്ത് ധരിക്കുന്ന കാണാം, മുൻകാലക്കാരായ നബിമാർക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത വിഷയം തൗറാത്തിൽ നിന്നോ ഇഞ്ചീലിൽ നിന്നോ ഏതോ ഗ്രന്ഥത്തിൽ നിന്നോ അയിമ്മത്ത് ധരിക്കുന്നു, ലാ തഉമൻ മക്രി ഹത്താ തജൂദ സിറാത, ലാ തഉമൻ മക്രി, ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കണ്ട. ഹത്താ തജൂദ സിറാത്ത് പാലം വിട്ടുകിടക്കുന്നത് വരെ ഞാൻ നിന്നെ ശിക്ഷിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കണ്ട. കാരമുണ്ട്, നോമുണ്ട്, അമലുണ്ട്, എല്ലാമുണ്ട്, എല്ലാ നന്മയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നാഥനായ റബ്ബ് അവനെ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. വിസ്തരിച്ച പേരിലല്ല, പക്ഷേ മരണത്തിന് മുമ്പ് വല്ല ദുർവിധിയും അവന് വന്നാൽ അവൻ നരകത്തിൽ കടക്കുന്നതാണ്. ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാനുള്ള കർമ്മങ്ങൾ വളരെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്റെ സഹോദരന്മാരെ, ഈ പ്രവർത്തനം നമുക്കുണ്ട്. നമ്മൾ മദ്രസയുടെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, വാള് പറയുന്ന മുദർരിസാണ്, വാഴിവാണ്, വാള് പറയുന്നവനാണ്. നമ്മൾ നന്മകൾ ചെയ്യുന്നവരാണ്, നമ്മൾ ആണ്ട് കഴിക്കുന്നവരാണ്, നമ്മൾ ദർസ് നടത്തുന്നവരാണ്, നമ്മൾ ഖുർആൻ ഓതുന്നവരാണ്. പക്ഷേ മുത്തുനബി പറയുന്ന സ്വർഗത്തിൽ കടക്കാനുള്ള അമലുകൾ മുഴുവനും ചെയ്തു. പക്ഷേ അവനങ്ങ് മരിക്കാനാകുമ്പോൾ ഒരു നരകത്തിൽ കടക്കുന്നൊരു പണിയങ്ങ് അവൻ ചെയ്തു പോയി. അത് പൊറുക്കപ്പെടാതെ അവനങ്ങ് മരിച്ചു. റസൂലുള്ളാഹിയുടെ വാക്കിൽ കാണാം, ഹത്താ യകൂന ബൈനഹു വ ബൈനൽ ജന്നത്തി ദിറാഅ്, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴമേ ബാക്കിയുള്ളൂ. അത്രയും അതാ ചിന്തയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഒരു ചിത്രം. ഒരു പുഴമേ സ്വർഗത്തിന്റെ അരികിലേക്കുള്ളൂ. മരിച്ചാലങ്ങ് കടക്കാം സ്വർഗത്തിലേക്കെന്ന രൂപത്തിൽ ഒരു ഹറാമില്ല, കറാഹത്തില്ലാത്ത ജീവിതമാണ്. ആ വെളുത്ത ജീവിതത്തിന്റെ ഇടയിലേക്ക് ഒരു
കറുത്ത തെറ്റങ്ങ് വന്നുപോയി. ഏതാണ് തെറ്റ്? കള്ളു പിടിക്കല് തെറ്റാണ്, പെണ്ണു പിടിക്കല് തെറ്റാണ്. അത് മാത്രമാണോ? കിബിർ എന്ന് പറയുന്ന തെറ്റൊരു വലിയ തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ഖാല റസൂലുള്ളാഹി. ദമ്പ് തോന്നിപ്പോയി ഞാൻ നല്ലവനാണെന്ന്, ഞാൻ എല്ലാവർക്കാണ് വലിയ കൊമ്പനാണ്, എന്നെ തളർത്തുന്നവനാരാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഈ വാള് പറയുന്നു, ഞാൻ ചിന്തിക്കേണ്ടത് അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ച് ഇവർ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ അർഹനല്ല എന്നാണ് എന്റെ മനസ്സ് പറയേണ്ടത്. അത് തന്നെയാണ് സത്യവും. അങ്ങനെയാണ് ചിന്തിച്ചു വാള് പറയേണ്ടത്. ഈ വാള് റബ്ബ് സ്വീകരിക്കുമോ ഇല്ലേ, അതും എനിക്ക് വിഷമം വേണം. ഈ വാള് പറഞ്ഞിട്ട് ആഖിറത്തിൽ എനിക്ക് കൂലി കിട്ടുമോ ഇല്ലേ, ഇതും ഞാൻ ചിന്തിക്കണം. ഈ രൂപത്തിൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും വാള് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് വന്നില്ലെങ്കിലും ഞാൻ എന്റെ രക്ഷ ഉറപ്പിക്കാൻ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നത് സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം. അവന്റെയും ഇവന്റെയും നരകത്തിന്റെയും ഇടയിൽ, സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴമേ ഉള്ളൂ. ഒരു തെറ്റങ്ങ് വന്നുപോയി, അതിന്റെ മേലങ്ങ് സമാപ്തി കുറിക്കപ്പെട്ടു, അവൻ നരകത്തിൽ കിടക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. സഹോദരന്മാരെ, എത്ര നന്മയുണ്ടെങ്കിലും ഒരിക്കലും എന്നെ പൊങ്ങച്ചെടുക്കരുത്. ചെയ്യുന്നതൊക്കെ നന്മയാണ്, പക്ഷേ സ്വീകരിച്ചാൽ എന്ന് വെക്കുന്ന ടൈമിൽ 100 ഹജ്ജ് ചെയ്താലും സമാധാനിക്കാൻ കേൾപ്പില്ല. കാരണം എന്തുകൊണ്ട്? അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് എന്റെ ആഖിബത്ത്, എങ്ങനെയാണ് എന്റെ അവസാനം അറിയില്ല. വലിയ വലിയ കൊമ്പന്മാർ, അതാ ഹദീസിൽ കാണാം, ഇബ്ലീസ് കാലുവെക്കാത്ത സ്ഥലം ആകാശലോകത്തില്ല. അത്രയും വലിയ ആബിദായിരുന്നു ഇബ്ലീസ് എന്ന് പറയുന്ന സാധനം. അത്രയും വലിയ ആബിദായിരുന്നു. അയാളുടെ അവസ്ഥ എന്താ? അയാൾ നരകത്തിലാണ്, ശാശ്വത നരകാവകാശിയാണ്. അല്ലാഹു കാക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉസ്താദായിട്ടുള്ളതൊക്കെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇബ്ലീസിനെ പറ്റി. അങ്ങനത്തെ ആ സാധനം നരകത്തിലാണ്. ഇബ്നു സഖാ എന്ന് പറയുന്നൊരു വലിയ മനുഷ്യൻ, അയാൾ വലിയ പണ്ഡിതനാണ്, നല്ല പഠിച്ചവനാണ്, നല്ല പോലെ വാദപ്രതിവാദം നടത്താൻ കഴിവുള്ളവനാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല കിതാബ് കഴിവുള്ളവനാണ്. പക്ഷേ ഈമാൻ തെറ്റി മരിച്ചുപോയി. ഇത്ര സംഭവങ്ങൾ. ബൽഅം ഇബ്നു ബഊറ എന്ന മനുഷ്യനെ സംബന്ധിച്ച് ഒരു വലിയ മർത്തബയിലേക്ക് എത്തിയ ആളായിരുന്നു. ആ മനുഷ്യൻ കാഫിറായി ചത്തുപോയി. അല്ലാഹു ാണ്. എനിക്ക് 60 വയസ്സായി. ഓനക്കാണ് 20 വയസ്സ് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ 20 കൊല്ലത്തെ തെറ്റ് കൂടുതൽ എനിക്കുണ്ടായിരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്നേക്കാൾ നല്ലത് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. നമ്മളെ പ്രായമുള്ളവരെ കാണുമ്പോഴോ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. ഇയാൾ എന്നെ കാണാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും 60 കൊല്ലം കൂടി, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. മറ്റൊരുത്തനെ മോശമാക്കാനല്ല നമ്മുടെ മനസ്സ് ചിന്തിക്കേണ്ടത്, നന്നാക്കാനാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ അവസ്ഥ എന്താ? ഏത് നന്മകളൊക്കെ പഠിക്കുന്നിട്ട് അതൊക്കെ മറ്റോനെ നന്നാക്കാൻ നമ്മളെ നേരത്തേക്കാവുന്നില്ല. അവനങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. അങ്ങനെയല്ല, കഴിവതും മറ്റൊരുത്തനെ ന്യായീകരിക്കുകയും കഴിവതും നമ്മെ മോശപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് ഒരു മനുഷ്യൻ നന്നാകാനുള്ള തുടക്കം. അത് ചെയ്യാത്തോ നന്നാവില്ല. അപ്പൊ 60 വയസ്സുകാരനെ കണ്ടാൽ താഴെയുള്ളവൻ ചിന്തിക്കേണ്ടത്, റബ്ബേ എന്നേക്കാൾ ഈമാനോടെ ജീവിച്ച മനുഷ്യനാണ്. 20 വർഷം അയാൾ എന്നേക്കാൾ ഈമാനോടെ ജീവിച്ച മനുഷ്യനാണ്. അത്രയും കൂലി ഈമാന്റെ ബേസിലെങ്കിലും അയാൾക്ക് കിട്ടുമല്ലോ. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരു അമുസ്ലിമിനെ കണ്ടാൽ ചിന്തിക്കേണ്ടത്, ഒരു അമുസ്ലിമായ മനുഷ്യനെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇവൻ മുസ്ലിമായി മരിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ എന്റെ ഈമാന്റെ കാര്യം ബേജാറാണെന്ന് ചിന്തിക്കണം. അപ്പൊ ഞാൻ ഒരുത്തനെ കാണാൻ പാടില്ല. ഇതേപോലെ ഒരു പണ്ഡിതനെ കണ്ടാൽ അറിവുള്ള മനുഷ്യനാണ്, അല്ലാഹു അറിവ് കൊടുത്തവനാണ്, എനിക്ക് അറിവ് തന്നില്ല, റബ്ബിന്റെ ഒരിക്കൽ അവനായിരിക്കാം എന്നതെന്ന് ചിന്തിക്കണം. ഒരു പാമരനെ കണ്ടാൽ അവൻ ഒരു പാമരനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും അവന്റെ കയ്യിൽ വല്ല അബദ്ധവും വരുന്നുണ്ടെങ്കിൽ അത് അറിവില്ലാത്തത് കൊണ്ട് വരുന്നതാണ്. ഞാൻ അറിവുള്ളവനാണ്, എന്റെ കയ്യിലുള്ള അബദ്ധം മുഴുവനും അറിവോടുകൂടെയാണ്. എന്നേക്കാൾ റബ്ബിന്റെ ഒരിക്കൽ അവന് സ്ഥാനമുണ്ടായേക്കാമെന്ന് ചിന്തിക്കണമെന്നാണ്
ഹിക്മത്തുകൾ പറഞ്ഞു തന്ന അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നത് ആരെയും താഴ്ത്തരുത്. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. ഉവൈസുൽ ഖറനി എന്ന് പറഞ്ഞ ലോകം ചുറ്റി നടന്നു വലിയ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ എവിടൊക്കെയാണ് ജീവിക്കുന്നത്, എവിടൊക്കെയാണ് നിൽക്കുന്നത്, എവിടൊക്കെയാണ് കിടക്കുന്നത്, അതൊന്നുമില്ല. ആരെയും പരിചയപ്പെടാതെ നടന്ന ചില ഔലിയാക്കളുണ്ട്. ആയിരക്കണക്കിന് മഹാന്മാരുണ്ട്. അങ്ങനെ മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോൾ അതാ തനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പലരും ഭക്ഷണം കഴിച്ച് ബാക്കിയായി കൊണ്ടുവന്നിട്ട ഒരു കുമാമയിൽ ഒരു കുപ്പത്തൊട്ടിന്റെ അരികിൽ ചെന്നിട്ട് അതിൽ നിന്നതാ മഹാനവർ എടുത്ത് ഭക്ഷിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു നായ വരുന്നു. ആ നായ അപ്പുറത്തുള്ള ഇലയിൽ നിന്ന് ഭക്ഷിക്കുന്നു. ഈ നായ ഉരണ്ടപ്പോൾ ഉവൈസുൽ ഖറനി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? നീ പറഞ്ഞത് സത്യമാണ്, നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ സിറാത്ത് പാലം വിട്ടുകടന്നാൽ അത് ഒരിക്കലും സത്യമല്ല. സഹോദരന്മാരെ മനസ്സിലാക്കണ്ട. സിറാത്ത് പാലം വിട്ടുകടന്നു. നിന്റെ രണ്ട് കാലും സ്വർഗത്തിൽ വന്നതായി നീ കാണുന്നത് വരെ ഞാൻ സൂക്ഷിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കണ്ട. ഇതായിരിക്കണം നമ്മളെ മനസ്സ്. എത്ര നന്മയുണ്ടായാലും ഈ ചിന്തയായിരിക്കണം. എത്ര ഉയർന്നവനായാലും പടച്ചവനെ എന്റെ ആഖിബത്ത് എന്താണ്? 100 ഹജ്ജ് ചെയ്താലും എന്ത് ചെയ്താലും ഏത് നന്മ ചെയ്താലും റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ഒരു മനസ്സ് നമുക്ക് വേണം. പിന്നെ അവിടെ പൊങ്ങച്ചമില്ല സഹോദരന്മാരെ. എല്ലാ കിതാബും നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്. എല്ലാ വാവും നമ്മൾ പറയാൻ കഴിവുണ്ട്. ഏതൊരുത്തിനെയും തള്ളിയിടാൻ നമുക്ക് കഴിവുണ്ട്. കാര്യമില്ല. എന്റെ ആഖിബത്ത് എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെങ്കിലും ഒരു പിശക് പറ്റിയാൽ നരകത്തിൽ കടന്നു പോകും. അതാണ് മഹാന്മാര് മുഴുവനും പേടിച്ചത്. ആഖിബത്തിന്റെ കാര്യമാണ്. എന്റെ ആഖിബത്ത് എന്താണ്? ഞാൻ ഓർക്കുകയാണ്. ഓക്കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അറിയാത്തവരില്ല. ഇന്ന് 2 ഗ്രൂപ്പാണ്. APEK 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഈ 2 ഗ്രൂപ്പിലെ ഉലമാവ് മുഴുവനും ഇന്നുള്ളവരിൽ 99% ഓക്കെ ഉസ്താദിന്റെ മക്കളാണ്. ബഹുമാനപ്പെട്ട ശൈഖുനായ AP ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവർ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ദീനുദ്ദീൻ മുസ്ലിയാർ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഈ 2 പേരും ചാലിയത്താണ് ഓതിയത്. ഞാൻ അവിടെയാണ് എനിക്ക് ദർസുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് എപ്പോഴും AP ഉസ്താദിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അരികിൽ എന്റെ കുട്ടികളുമായി ഞാൻ വർഷത്തിൽ പോകാറുണ്ട്. തുടക്കത്തിൽ അധികവും ബസ് വിളിച്ചു പോകും. ഏതെങ്കിലും ഒരു കിതാബ് അവിടുന്ന് തുടങ്ങാൻ വേണ്ടി അവിടുത്തെ നാവ് കൊണ്ട് പോയി തന്നാൽ നമുക്കതൊരു വലിയ ബർക്കത്താണല്ലോ. ഉസ്താദിന്റെ നാവ് ബർക്കത്തുള്ള നാവാണ്. വലിയ മഹാനാണ്. മുത്തുനബിയെ കണ്ടവരാണ്. അല്ലാഹുവിന്റെ റസൂലുമായി വലിയ ബന്ധമുള്ളവരാണ്. ഉസ്താദിന്റെ മഹത്വത്തൊന്നും പറയാൻ ഇവിടെ ടൈമില്ല. മഹാനായ ഉസ്താദിന്റെ അരികിൽ കിതാബ് ഓദിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ചെന്നിട്ട് ഉസ്താദ് ഫതുഹുൽ മുഈൻ വായിച്ചു കൊടുക്കുകയാണ്. ആ ടൈമിൽ ഫതുഹുൽ മുഈനിൽ മഖ്ദൂം തങ്ങൾ എഴുതിയ ചില വാക്കുകൾ, വലിയമാരുടെ ഭാഷയിൽ മത്ൻ എന്ന് പറയും, പ്രധാന വാക്കുകൾ, അതിങ്ങനെ വായിച്ച് ഈ കിതാബ് ഞാൻ എഴുതിയത് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്താനാണ്. നോക്കി നിങ്ങൾ ഉസ്താദിന്റെതല്ല ഞാൻ പറയുന്നത്. മഖ്ദൂമിന്റെ സ്വഭാവം നോക്കും. ഇമാം നവവി തങ്ങൾ സാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്. ആരാണ് ഇമാമൊക്കെ സഹോദരന്മാര് കിതാബിലൊക്കെ എഴുതിയിട്ട് പറയും, നിങ്ങൾ എന്നെ മറക്കരുത്. എന്റെ കിതാബ് കൊണ്ട് ഉപകാരം കിട്ടിയവരെ, എന്നെയും എന്റെ മാതാപിതാക്കളെ നിങ്ങൾ ആരും മറക്കരുത്. അയിമ്മത്ത് എഴുതുകയാണ് സഹോദരന്മാരെ. കറാഹത്ത് പോലും ചിന്തിക്കാത്ത അയിമ്മത്തിന്റെ മനസ്സാണിത്. പിന്നെ നമ്മളൊക്കെ എവിടേക്ക് പോകാനാ? ഒരറിവ് നമ്മളെ കയ്യിലില്ല. ഏത് വലുപ്പമാണ് നമുക്കുള്ളത്? അവനെ തളർത്തണം, ഇവനെ തളർത്തണം, അവനെ വരി, ഇവനെ വരി. ഈ ചിന്ത നമ്മൾ മാറ്റണം സഹോദരന്മാരെ. എനിക്ക് രക്ഷപ്പെടണമല്ല, എനിക്ക് രക്ഷപ്പെടണം. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആരും ഉണ്ടാവില്ല നമുക്ക്. അയിമത്ത് മുഴുവനും അങ്ങനെയാണ്. എല്ലാ ഇമാമിങ്ങളും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് മഖ്ദൂമിന്റെ വാക്ക് വായിക്കുകയാണ്. ഞാൻ ഈ കിതാബ് എഴുതിയത്
وأنت قر عيني بنظر وجهه الكريم بكرة وعشيا. ഞാൻ ഈ കിതാബ് രചിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാന്തക്കറൈനി ഒരു കാര്യം പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറയുന്നു, എന്റെ കണ്ണൊന്ന് കുളിർക്കണം, എന്റെ മനസ്സൊന്ന് സമാധാനിക്കണം. ബിനദിരി വജ്ഹിൽ കരീം, നാഥനായ റബ്ബിനെ ഒന്ന് കണ്ടു ഒന്ന് എന്റെ മനസ്സ് സമാധാനിക്കണം. ബുക്റത്തൻ വഅശിയാ, നാഥനായ റബ്ബ് അവന്റെ അടിമകൾക്ക് ലോകത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണല്ലോ അവനെ കാണുക എന്നത്. ആ അനുഗ്രഹം എനിക്ക് ലഭിക്കണം, അതിനാണ് ഞാൻ ഈ കിതാബ് എഴുതിയത് എന്ന് വരിയങ്ങ് പൂർത്തിയാക്കി വായിക്കാൻ ഉസ്താദിന് കഴിഞ്ഞില്ല. പൊട്ടിയങ്ങ് കരഞ്ഞുപോയി. സഹോദരന്മാരെ, ജീവിതത്തിൽ 3 മണിയായാൽ അതാ കിടക്കാൻ കഴിയാത്ത ഉസ്താദ് റബ്ബിനെ ഓർത്തുകൊണ്ട് എഴുന്നേറ്റ് ഉസ്താദിന്റെ പുറം കിടന്നിട്ടില്ല. നേരം അതാ സുബഹി നിസ്കരിച്ചാൽ വൈകുന്നേരം വരെ മുഴുവനും കിതാബ് ഓതി കൊടുക്കുന്ന മനസ്സിന്റെ ഉടമയായ ഉസ്താദ്, ഒരു തെറ്റും ജീവിതത്തിൽ ചിന്തിക്കാത്ത ഉസ്താദ്, ഖദർ ഇസ്ലാമെന്ന് കൈപിടിച്ച ഉസ്താദ്, അവിടുത്തെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? എന്റെ കണ്ണെന്ന് റബ്ബിനെ കണ്ട് കുളിർത്തെങ്കിൽ എന്ന് പറയുമ്പോ പൊട്ടിയങ്ങ് കരഞ്ഞുപോയി. ഞാൻ ആ ടൈമിൽ എനിക്കും കരച്ചിൽ വന്നുപോയി. എന്ത് നമുക്ക് ഭക്തി ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഇവരൊക്കെ ഇങ്ങനെ ആകുമ്പോ നമ്മുടെ അവസ്ഥ എന്താണ്? മഹാനായ ഇമാമുന ശഫീഈ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവിടുത്തെ ചെയ്ത സേവനം പറയാൻ കഴിയുമോ? ഈ ഇരിക്കുന്ന സദസ്സ് മുഴുവനും നിറത്താനും അവിടുത്തെ മദ്ഹബിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തീരില്ല സഹോദരന്മാരെ. അത്രയും കോടിക്കണക്കിന് ഫിഖഹിന്റെ കിതാബുകളും മറ്റ് വിഷയത്തിലും എഴുതിയ ഇമാമാണ്. അതിന്റെ വിശദീകരണങ്ങളാണ് അയിമ്മത്ത് എഴുതിയ കിതാബുകൾ. അങ്ങനത്തെ ഇമാമാണ് ഇമാമുന ശഫീഈ. അവിടുത്തെ കിതാബുകൾ, അവിടുന്ന് എഴുതിയ കിതാബിന്റെ വിശദീകരണമാണ് ഈ കാണുന്ന കിതാബുകൾ മുഴുവനും. മാമസ്തഅഹദുൻ മിഹ്ബറതൻ ഇല്ലാ വലിശാഫിഈ ഫീ ഉൽഖിഹി മിന്നാ. അയിമ്മത്ത് പറയുന്നു, ഇമാം ശാഫിയുടെ ശേഷം കഴിഞ്ഞു പോയ ഏത് പണ്ഡിതനും ഒരു പേന തൊട്ടാൽ ഇമാം ശാഫിക്ക് ഒരു കൂലി കിട്ടാതിരിക്കില്ല. അത്രയും നന്മ ചെയ്ത ഇമാമുന ശാഫിഈ മരിക്കാൻ കിടക്കുമ്പോൾ എന്നാണ് മരിച്ചത്. നമുക്കൊക്കെ ഏതാ നമ്മുടെ അവസ്ഥ ഇനിയും ഇടകാലം ജീവിക്കുമെന്ന ചിന്തയാണ്. അടുത്തൊരാളെ കണ്ടപ്പോൾ അയാൾ വാസ്തവത്തിൽ ഒരു ജാഹിലൊന്നുമല്ല. അയാളോടിങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നു, എന്റെ മുന്റെ കാലിന് മുട്ടുവേദനയാണ് ഉസ്താദേ, അവിടെയാണ് വേദന, ഇവിടെയാണ് വേദന, ഇങ്ങനെ പറയുകയാണ്. അതൊരു സ്വഭാവമാണല്ലോ, ദ്വാരക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ വേദനാദി തന്നെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിപ്പോ എത്ര വയസ്സായി? 70 വയസ്സായില്ലേ എന്ന് പറഞ്ഞപ്പോ, അല്ലെ ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു 70 ആയിട്ടുള്ളൂ. മൂപ്പര് പറയാണ്, സുബ്ഹാനല്ലാഹ്, മുത്തുനബി 63 വയസ്സോടെ ഈ ലോകത്തോട് പിരിഞ്ഞവരാണ്. ആ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വന്നില്ല. 63, ഞാൻ 70 ആയിട്ടുള്ളൂ, മുട്ടൊന്നും വേദനിക്കാനായില്ല. അപ്പൊ ഏതോ ഒരു മനുഷ്യൻ 90 വയസ്സ് ജീവിച്ചു, 100 വയസ്സ് ജീവിച്ചു മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. ഇമാമുന ശഫീഈ തങ്ങൾ 55 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഇന്നൊരു ചെറുപ്പക്കാരനായിട്ടാണ് കൂട്ടുന്നത്. അതേ വയസ്സുകാര് മരിക്കുമ്പോ 55. ഇമാമുന നബവി 45 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഇമാം ദർകശി 44 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഇമാം നവവി 45 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഇമാം സിബവൈഹി 33 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഇമാം ഖയാലി 32 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. സഹോദരന്മാരെ, ഈ ഇമാമിങ്ങളൊക്കെ എന്ത് പറയുന്നു? നമ്മൾ ആരാണവരൊക്കെ? അവരുടെ ജീവിതകാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയില്ല. അവരൊക്കെ അള്ളാഹു ചെറിയ വയസ്സിൽ കൊണ്ടുപോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല ഇമാം ഷാഫി ചെറുപ്പത്തിലാ വഫാത്തായത്. 55 വയസ്സ് ജീവിച്ച് വഫാത്തായ ഇമാം ഷാഫിയെ സംബന്ധിച്ച് ഒരാളും പറഞ്ഞില്ല ഇത്ര കുറച്ച് ജീവിച്ചിട്ടുള്ളൂ എന്ന്. 55 ഒരു വയസ്സാ. അള്ളാഹു തആല കൊണ്ടുപോകാൻ തീരുമാനിച്ച ടൈം ഒരാളുടെ മരണമാണ്. അത് ചെറുത്, ഇത് ചെറുത്. നമ്മളൊക്കെ ആഗ്രഹം എത്രയാണ്? ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം. ഇതല്ലേ നമ്മുടെ ഏറ്റവും വയസ്സുള്ള ആരാ എനിക്ക് അറിഞ്ഞൂടാ. മൂപ്പര മനസ്സകത്തുള്ള ആശയം എന്താ? പഠിച്ചോനെ, എന്റെ ഒരു പേരക്കുട്ടിയുണ്ട്. മകൾക്ക് ഒരു മകളുണ്ട്, അവൾക്കൊരു മകളുണ്ട്, 4ാമത്തെ പേരക്കുട്ടി. ആ കുട്ടിക്ക് പഠിച്ചോനെ ആ കുട്ടീനൊന്ന് കല്യാണം ചെയ്ത് കണ്ടിട്ട് മരിച്ചാൽ മതി. മൂപ്പരാഗ്രഹം.
ഇനിയിപ്പോ അത് കല്യാണം ചെയ്താൽ ഉപരാഗ്രഹം എന്താവും? പഠിച്ചവനെ അവൾക്ക് ഒരു കുട്ടി ഉണ്ടായി കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ആ ഒരു കുട്ടി ഉണ്ടായ ഉപരാഗ്രഹം, ആ കുട്ടീനെ ഒന്ന് കെട്ടിച്ച് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇതേ രൂപത്തിൽ മരണത്തിനെ അങ്ങനെ 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 ബന്ധിച്ച് ഒരു 200 കൊല്ലം ഒരു 300 കൊല്ലം ജീവിച്ചാലും ആഗ്രഹങ്ങൾ തീരുകയില്ല. ഇമാമുന ശാഫി വഫാത്താകാൻ കിടക്കുന്നു. അവിടുത്തെ ശിഷ്യനായ ഇമാം റബീ തങ്ങൾ അതാ സുബഹി നിസ്കരിച്ച് ഉസ്താദിന്റെ അരികിൽ വന്നപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ? ഉസ്താദ് പറഞ്ഞത്, അതാ അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ, വലിയ ധൈര്യത്തിൽ കാത്തിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നിസ്കരിക്കാറുണ്ട്, നോമ്പ് നോൽക്കാറുണ്ട്, ആണ്ട് നടത്താറുണ്ട്, ദുരുസ് നടത്താറുണ്ട്, വാല് പറയാറുണ്ട്, ലേഖനങ്ങൾ എഴുതാറുണ്ട്, നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നൊക്കെ ചിന്തിക്കും അതേ രൂപത്തിൽ അങ്ങ് വിജയിക്കുമെന്ന് മനസ്സിലാക്കുന്ന സഹോദര സഹോദരിമാരെ, എന്റെ ശരീരമടക്കം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇമാമുന ശാഫി തങ്ങൾ പറഞ്ഞ വാക്ക്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത നന്മകളുടെ മാത്രം ചിന്തയിൽ കഴിഞ്ഞുപോയ ഇമാമുന ശാഫിഈ അല്ലാഹുവിന്റെ റസൂൽ വലിയ ബഹുമാനം പറഞ്ഞു. എത്രയോ കാലം മുതൽ കാലത്തിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഇമാമുന ശാഫിയെ സംബന്ധിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു പണ്ഡിതന് വരുന്നുണ്ട്, ലോകത്തിൽ മുഴുവനും നിറക്കുമെന്ന് പറഞ്ഞു. ആ പണ്ഡിതൻ ആരാണെന്ന് അഹ്മദ് നമ്പൽ തങ്ങൾ പറയുന്നു, എന്റെ ഉസ്താദ് ഇമാമുന ശാഫിയാണ്. അങ്ങനത്തെ ഷാഫി ഇമാമ് പറഞ്ഞ വാക്ക്, അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ, ഞാൻ ഈ ദുനിയാവിന് യാത്ര പോകാൻ അടുത്തിരിക്കുന്നു. എന്റെ ചീത്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കാണാൻ പോവുകയാണ്. സഹോദരന്മാരെ, ഏത് ചീത്ത പ്രവർത്തനം? അവിടുത്തെ മനസ്സിന്റെ അവസ്ഥയാണത്. ഞാൻ ചെയ്തത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? കിതാബുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് നന്മയായാണോ തിന്മയായാണോ സ്വീകരിച്ചത്? കിബിറിന് വേണ്ടി ഒരു കിതാബ് എഴുതി, അത് തിന്മയുടെ കൂട്ടത്തിലാണോ? ഏത് രൂപത്തിലാണ് എന്റെ അമല് പോയത്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിക്ക് ആശങ്ക. ഒരിക്കലും നമ്മൾ സന്തോഷിക്കരുത് എന്ന് പറഞ്ഞാൽ തീരെ സന്തോഷിക്കരുത് എന്നല്ല, റബ്ബ് പുറത്തു തരും തന്നെ ചിന്തിക്കണത്. മരിക്കുന്ന ടൈമിൽ, മരണത്തിന്റെ മുമ്പ് മുഴുവനും നമ്മൾ മനസ്സിൽ വേജാറ് വേണം, വെപ്രാളം വേണം. റബ്ബേ, എന്റെ അവസ്ഥ എന്താണ്? എന്നിട്ട് ഇമാമുന ശാഫി പറയുന്നു, ഫലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു ദുനൂബി നഹവ അഫ്ദിക സുല്ലമാ തഅവമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്ദിക റബ്ബി കാന അഫൂക അഅ്ലമാ. എന്താണ് ഇമാമുന ശാഫി പറയുന്നത്? ഫലമ്മാ ഖസാ ഖൽബി, എന്റെ ഹൃദയമൊക്കെ കടുത്തുപോയി. സഹോദരന്മാരെ, നമ്മളൊക്കെ എന്റെ ഹൃദയം ശുദ്ധിയാണ്, ഞാൻ നല്ലവനാണ് എന്ന് കണക്ക് കൂട്ടിയിരിക്കുകയല്ലേ ഇമാമുന ശാഫിയുടെ വാക്ക് നോക്ക്. ഫലമ്മാ ഖസാ ഖൽബി, എന്റെ ഹൃദയം കടുത്തുപോയി. വലാഖത്ത് മദാഹിബി, എനിക്കെങ്ങനെ രക്ഷപ്പെടാമെന്ന് പോംവഴികൾ അറിയാതെ ഞാൻ ഗുഡ്സായി നിൽക്കുകയാണ്, എല്ലാം അടഞ്ഞുപോയി. ഈ ടൈമിൽ എനിക്കാകെയുള്ളത് എന്റെ തെറ്റുകൾ നിന്റെ മാപ്പിന്റെ ഭാഗത്തേക്ക് ഞാൻ കാണിക്കുന്നു നാഥാ. ഞാൻ എന്റെ തെറ്റുകളിൽ നോക്കുമ്പോൾ അത് വലിയ തെറ്റുകളാണ്, പക്ഷേ അതിനെ ഞാൻ എന്റെ തെറ്റുകളെ നിന്റെ മാപ്പിലേക്ക് അപേക്ഷിച്ചു നോക്കിയാൽ നിന്റെ മാപ്പ് വലിയതാണല്ലോ റബ്ബേ. ഇതായിരുന്നു അവരുടെ മനസ്സ്. എപ്പോഴും എന്റെ കയ്യിലൊന്നുമില്ല എന്ന ചിന്ത നമുക്ക് വേണം. അതാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് ചോദിക്കുന്നത്, മാദാ അഅദത ലഹാ, ഖിയാമത്ത് നാൾ എന്താണെന്ന് നീ ചോദിച്ചല്ലോ, അതൊരു പോയിന്റുള്ള ചോദ്യമല്ല, അതൊരു നല്ല ചോദ്യമല്ല. അവിടെയല്ല ചിന്തിക്കേണ്ടത്, ഖിയാമത്ത് എന്ന് വരട്ടെ, ഞാൻ എന്റെ ആഖിറത്തിന് വേണ്ടി എന്ത് തയ്യാർ ചെയ്തിരിക്കുന്നു, ഇതാണ് ചോദിക്കേണ്ടത്. എന്തുണ്ട് നിന്റെ കയ്യിൽ? ആ ടൈമിൽ ആ സ്വഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാം
മാദത്തുലഹാ, എന്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തിട്ടില്ല. മിൻ കസീരി സ്വലാത്തിൻ, കുറെ നിസ്കാരം, വലാ സിയാം, കുറെ നോമ്പുമില്ല. മഹാനായ സിദ്ദീഖ് തങ്ങളെ പോലെ രാത്രി മുഴുവനും നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ല. മറ്റു പല സ്വഹാബിമാരെ പോലെ പകലൊക്കെ നോമ്പ് നോൽക്കുന്ന സ്വഭാവം എനിക്കില്ല. മറിച്ച് നിർബന്ധമായ ഫർള് നോമ്പുകളും നിർബന്ധമായ നിസ്കാരങ്ങളും വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളും ഇങ്ങനെ ചെറിയ അമലുകളല്ലാതെ കാര്യമായി സിദ്ദീഖ് തങ്ങളെ നിസ്കാരമൊന്നും എനിക്കില്ല നബിയേ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലഹു. ഈ ഫർള് നിസ്കാരവും ഫർള് നോമ്പും അങ്ങനെയുള്ള നിർബന്ധമായ അമലുകളും ചെറിയ സുന്നത്തുകളൊക്കെ എടുക്കുന്ന എനിക്ക് വലിയതായി തോന്നുന്നത് ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, നബിയെ തങ്ങളെയും സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്. അതിനെ സംബന്ധിച്ച് അല്പം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, അൻത മഅമൻ അഹബബ്ത. മറ്റൊരു ഹദീസിൽ അൽ മർഉ മഅമൻ അഹബ്ബ, നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെ നിനക്ക് വരാം. അൽഹംദുലില്ലാഹ്. ഈ സ്വഹാബിയോട് നബി തങ്ങൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയുന്നു, അത്രയും സന്തോഷമുള്ള ദിവസം ഞങ്ങൾക്ക് മറ്റ് ദൈവത്തിലുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഈ വേവലാതിയുള്ളവരാണ്. സ്വഹാബികളുടെ അവസ്ഥ നോക്ക് നിങ്ങൾ. എല്ലാ സ്വഹാബികൾക്കും ഈ വേവലാതിയാണ്. എന്ത്? എന്റെ ആഖിറം എന്ത്, എന്റെ ആഖിറം എന്ത്. നമുക്കങ്ങനൊന്നുമില്ല. നമുക്കൊരു വേവലാതിയുമില്ല. ഞാൻ പള്ളിയെടുത്തിട്ടുണ്ട്, ഞാൻ ആണ്ട് കഴിക്കുന്നവനാണ്, ഞാൻ വഅദ് പറയുന്നവനാണ്, ഞാൻ ദിർസ് നടത്തുന്നവനാണ്, ഞാൻ അത് ചെയ്യുന്നവനാണ്, ഞാൻ എല്ലാ സദഖയും ചെയ്യുന്നവനാണ്, ഞാനൊരു ഹറാമ് ചെയ്തിട്ടില്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ തമ്മാടിത്തരം ചെയ്തിട്ടില്ല, ഞാൻ രക്ഷപ്പെടും. ഈ ചിന്തയല്ല സ്വഹാബികൾക്കുള്ളത്. അവരാരും ഒരു തെറ്റ് ചെയ്യാത്തവരാണ്, അവരാരും ഒരു കുറ്റം ചെയ്യാത്തവരാണ്. പക്ഷേ അവരൊക്കെ ആഗ്രഹിച്ചത്, അവരൊക്കെ ആശങ്കയിലാണ്, ബേജാറിലാണ്, എന്റെ ആഖിറം എന്താകും. ഇത് തന്നെയാണ് നമ്മുടെ മശായിഖിന്റെ മൊത്തം സ്വഭാവമുള്ളത്. അവിടെ രാത്രികളിൽ അതോർത്ത് കരയുന്നവരായിരുന്നു. എനിക്കൊരു ഉസ്താദുണ്ട്, കിരീരങ്ങാടി അസമ്മൂല എന്ന് പറയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു കൈ കുഴഞ്ഞിട്ടുണ്ട്, ഒരു കാലും കുഴഞ്ഞിട്ടുണ്ട്, നാവും കുഴഞ്ഞു പോയി കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഉസ്താദ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു രാത്രിയിലും ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞ്, ഞാൻ 7 വർഷമായി ഉറങ്ങിയിട്ട് എന്ന് എന്നോട് പറഞ്ഞു. രാത്രി മുഴുവനും ഒരു മണി 2 മണിയൊക്കെ ആയാലും സുബ്ഹാനല്ലാഹ് ഞാൻ ഉസ്താദിന്റെ അടുത്താണ് കിടക്കാറുള്ളത്. ഉസ്താദ് ഇങ്ങനെ കരയുന്നുണ്ടാവും, അള്ളാഹുവിനെ വിളിച്ചിങ്ങനെ കരയുന്നുണ്ടാവും. രാത്രി മുഴുവനും കരയുന്നൊരു പ്രകൃതിയാണ്. അങ്ങനെ എത്ര സാലിഹീങ്ങൾ സഹോദരന്മാരെ, എത്ര മഹാന്മാർ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൻത മഅമൻ അഹബ്ബ, നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ്. ഈ ഹദീസ് കൊണ്ട് സ്വഹാബത്ത് പറയുന്നു, ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കാരണം ഞങ്ങളെ അമലുള്ളവരല്ല, അലി തങ്ങളെ അമലുള്ളവരല്ല, ഉസ്മാൻ തങ്ങളെ അമലുള്ളവരല്ല. മറിച്ച് ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. നബി തങ്ങൾ പറഞ്ഞത്, സ്നേഹിച്ചവൻ സ്നേഹിച്ചവരെ കൂടെയാണ്. സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, സ്വഹാബികൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണെങ്കിലും നമ്മൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ? നമ്മൾ ആരെയാണ് സ്നേഹിച്ചതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ചെറുപ്പക്കാര്, പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, നമ്മൾ ആരെയാണ് സ്നേഹിച്ചത്? തലയൊന്ന് പിടിച്ചു നോക്കൂ. ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ തലയുടെ അവസ്ഥ റസൂലുള്ളാഹിന്റെ തലയുടെ അവസ്ഥയാണോ? സ്വഹാബത്തിന്റെ തലയുടെ അവസ്ഥയാണോ? മഹാന്മാരായ സ്വഹാബിമാരിട്ട, സ്വഹാബത്തും മഹാന്മാരും മുസ്ലിമീങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സാണോ നിങ്ങളുടെ ദേഹത്തുള്ളത്? നിങ്ങളുടെ ഷർട്ട് ആരുടെ ഷർട്ടാണ്? നിങ്ങളുടെ തലമുടി ആരുടെ തലമുടിയാണ്? നിങ്ങളുടെ പാന്റ് ആരുടെ പാന്റാണ്? ആർക്കൊപ്പിച്ചാണ് നിങ്ങൾ പാന്റ് അടിച്ചിട്ടുള്ളത്? നെരിയാണിയുടെ താഴേക്ക് പോകാത്ത പാന്റുണ്ടോ? ഇല്ല, ഒരു സുന്നിയുടെ ദേഹത്തുമില്ല. ഈ സദസ്സ് പരിശോധിച്ചാൽ
എന്റെ ശബ്ദം കേൾക്കുന്ന അംഗംസുകളുടെ ആണ്ടിന് വന്ന് സ്വർഗം വാങ്ങാമെന്ന് മനസ്സിലാക്കിയ നമ്മളൊന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറയുന്നു, അതാ 3 കൂട്ടർ അല്ലാഹു അവരെ ആഖിറത്തിൽ ശുദ്ധീകരിക്കുകയില്ല. അതാ വന്ന തെറ്റുകൾ ഓർത്തു കൊടുക്കുകയില്ല. അവർക്ക് ശക്തിയായ ശിക്ഷയുണ്ട്. അതിൽ നബിതങ്ങൾ എണ്ണുന്നു, അൽ മുസ്ലിമു ഇദാറഹു, എടുക്കുന്ന വസ്ത്രം അവൻ നെരിയാണിയുടെ താഴേക്ക് താഴ്ത്തുന്ന ആരുണ്ട് അവൻ നരകത്തിലാണ്. ആരെങ്കിലും ഈ സദസ്സിൽ പാൻറിട്ട ചെറുപ്പക്കാര് 99% അവരുടെ പാൻറും നെരിയാണിക്ക് താഴെയാണ്, അടുപ്പിച്ചത് നെരിയാണിക്ക് താഴെയാണ്. നിസ്കരിക്കുമ്പോ ഒന്ന് പൊക്കി വെച്ചത് കൊണ്ടായില്ല, ഒരു വസ്ത്രം നെരിയാണിക്ക് താഴെ തട്ടുന്ന രൂപത്തിൽ അടുപ്പിക്കൽ തന്നെ തെറ്റാണ്. അങ്ങനെയല്ലാത്ത വല്ല പേന്റിട്ട മക്കൾ ഇവിടെയുണ്ടോ? സുന്നികളാണ്, വല്ലാത്ത സുന്നി പ്രവർത്തകരാണ്, പക്ഷേ പേടിയില്ല. അങ്ങനെയല്ലേ? പെട്ടെന്നൊന്ന് പാന്റ് താഴ്ന്നുപോയി, അല്ലെങ്കിൽ തുണി അങ്ങ് താഴ്ന്നുപോയി, കുറ്റമില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയേ എന്റെ തുണി ചിലപ്പോഴൊക്കെ താഴ്ന്നു പോകാറുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല, അഥവാ അങ്ങനെ താഴ്ത്തുന്നവരല്ല, അറിയാതെ താഴ്ന്നു പോകുന്നതിൽ കുറ്റമില്ല. പവറിന് വേണ്ടിയല്ലേ ഈ ചെയ്യുന്നത്? എന്താ പവർ? അങ്ങനെയല്ലെങ്കിൽ ഒരു ബോറാണ്, അങ്ങനെയല്ലെങ്കിൽ ഒരു ബോറാണ്. ഇതല്ലേ എല്ലാവരുടെയും മനസ്സുള്ളത്? ബോറെന്ന ചിന്തയല്ലേ? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്. ഉമ്മമാരെ, നിങ്ങളുടെ ദേഹത്തുള്ള വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ശരീരത്തിലിട്ട കുപ്പായത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പർദ്ദയുടെ ഹാൽ എന്താണ്? നിങ്ങളുടെ മേക്സിയുടെ ഹാൽ എന്താണ്? നിങ്ങളുടെ ചുൽദാറിന്റെ ഹാൽ എന്താണ്? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകണ്ടേ? ഇന്ന് ഫുൾ തോള് മുതൽ അതാ കൈ മുഴുവനും നഗ്നതയിലുള്ള ഡ്രസ്സുകളാണ് സ്ത്രീകൾക്കുള്ളത്. ഏതെങ്കിലൊക്കെ നടന്മാരും നടിമാരുടെയും ഡ്രസ്സ് അതാണെന്ന് ഓരോ പേര് അറിഞ്ഞാണ്. എന്തൊക്കെ കുഞ്ഞാടോ, അതാ ആട്, ഈ ആട് എന്നൊക്കെ പേരിട്ടിട്ട് ഓരോ പേര്. ഏതെങ്കിലും സിനിമക്കുള്ള പേരാണ്. ആ സിനിമയിൽ വരുന്ന നടിയുടെയും നടന്റെയും പ്രത്യേകമായ ഡ്രസ്സ് ഉടനെ തന്നെ ഇറങ്ങുന്നു ആ ഡ്രസ്സ്. ഇതിന് മറ്റേ ഡ്രസ്സിനൊന്നും വിലയില്ല. പല തുണിക്കടകളിലും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഈ മാസം വേറൊരു ഡ്രസ്സാണ്, പിന്നെ എല്ലാവർക്കും അത് വേണം. മുസ്ലിം സഹോദര സഹോദരി, ചെറുപ്പക്കാരി പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പേടിക്കണം. ആരുടെ സ്നേഹമാണോ നീ കാണിച്ചത് അവരെ കൂടെ ആയിരിക്കണം ആഖിറത്തിൽ. ഏത് നടന്റെ പാന്റാണോ നീ ധരിച്ചത്, ഏത് നടന്റെ ഷർട്ടാണോ നീ ഇട്ടത്, ആ നടന്റെ കൂടെ ആയിരിക്കും ആഖിറത്തിൽ, ആ നടിയുടെ കൂടെ ആയിരിക്കും ആഖിറത്തിൽ. ആർക്കൊപ്പിച്ചാണോ നീ മുടി വെട്ടി ശരിയാക്കിയത്, ചെറിയ മക്കളുടെ പിൻഭാഗത്തേക്ക് നോക്കിയാൽ അല്പം മുടി കളഞ്ഞുപോയിരിക്കുന്നു, വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അപ്പാച്ചി അത്രേ. ആർക്ക് വേണ്ടിയാണ് സഹോദര സഹോദരി നിന്റെ ചെറിയ കുഞ്ഞിന്റെ തലച്ചോറിന്റെ ബറക്കത്ത് നഷ്ടപ്പെടാൻ, ആ കുട്ടിയുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ ഇത്രയും വൃത്തികേടുള്ളവരുടെ ചിത്രങ്ങൾ അതിന്റെ തലയിൽ വെട്ടിയുണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്? ചിന്തിക്കണ്ടേ സഹോദരന്മാരെ? അല്ലാഹുവിനെ പേടി വേണം. അന്തമഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ ആയിരിക്കും നിന്റെ ആഖിറം. സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്. ആരൊക്കെ സ്നേഹിക്കണം പരിധിയുണ്ട്. എല്ലാവരും സ്നേഹിക്കാൻ പറ്റൂല, എല്ലാവരും മനസ്സിൽ കൂടിയിരിക്കാൻ പറ്റൂല. അവരെ കൂടെ ആഖിറത്തിൽ പോകേണ്ടി വരും. അല്ലാഹുവിനെ അറിയാത്ത, അല്ലാഹുവിന് മുമ്പിൽ ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകളാണ് അധിക ഈ കൂട്ടത്തിലുള്ള ആളുകൾ. ഈ കൂട്ടത്തിൽ നടന്മാരുടെയും നടിമാരുടെയും അതുപോലെ തന്നെ മറ്റു പല താരങ്ങളുടെയും കൂട്ടത്തിലുള്ള റബ്ബിനെ അറിയാത്തവരാണ്, റബ്ബിനറിഞ്ഞൊരു സുജൂദ് ചെയ്യാത്തവരാണ് അധിക പേരും. അവരൊക്കെയാണ് ആഖിറത്തിലേ വരുന്നതെങ്കിൽ നമ്മുടെ സ്നേഹിക്കപ്പെടേണ്ട ആളുകളുടെ കൂടെ നമുക്ക് പോകാൻ കഴിയില്ല. ആരുടെ ചിത്രമാണോ നമ്മുടെ ശരീരത്തിൽ കൊണ്ടു നടന്നത് അവരെ കൂടെ ആഖിറത്തിലേക്ക് വിളിക്കപ്പെടും. ദുഃഖമല്ലേ സഹോദരന്മാരെ? ജീവിതം മുഴുവനും തളർന്നില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പേടിക്കണം. എല്ലാവരും സ്നേഹിക്കാൻ പറ്റൂല, എല്ലാവരും ബഹുമാനിക്കാൻ പറ്റൂല, എല്ലാവരോടും സ്നേഹം കാണിക്കാനും പറ്റൂല. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഹുബ്ബു ഫില്ലാഹ് അൽ ബുഗ്ളു ഫില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം, അല്ലാഹുവിന് വേണ്ടി വെറുക്കണം, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം. നമ്മളൊക്കെ പലരെയും സ്നേഹിച്ചു പോയിട്ടുണ്ട് അറിയാതെ. നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിനെ പറ്റി മാത്രം അല്പം പറഞ്ഞ് ഞാൻ നിർത്തുന്നു.
മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. റിസാലത്തുൽ ഖുശൈരി പോലുള്ള ഔലിയാക്കന്മാരെ ചരിത്രം പറയുന്ന കിതാബിൽ പ്രധാന മഹാന്മാരായി എഴുതപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. മഹാനവൾ പറയുന്നു, മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ അഹബത്തല്ലാഹു അമലഹു വഅഖറജല്ലാഹു നൂറൽ ഈമാൻ മിൻ ഖൽബിഹി. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, ഒരു പുത്തനാശയക്കാരൻ ഒരാൾ സ്നേഹിച്ചാൽ, ഒരു വഹാബിയെ, ഒരു ജമാഅത്തുകാരനെ, ഒരു തബ്ലീഗുകാരൻ ഒരാൾ സ്നേഹിച്ചാൽ, അഹബത്തല്ലാഹു അമലഹു, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. വഅഖറജല്ലാഹു നൂറൽ ഈമാൻ, അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയുണ്ടെങ്കിൽ, ഈമാനിന്റെ പ്രകാശമുണ്ടെങ്കിൽ, മിൻ ഖൽബിഹി, അല്ലാഹു അത് പുറപ്പെടുവിക്കുന്നതാണ്, ഊരിക്കളയുന്നതാണ്. ബിദ്അത്തുകാരെന്ന് പറയുന്നത് നമുക്ക് പേടിയുള്ള കേസല്ല. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ബഹുമാനം, ആരും ഒരു പട്ടമല്ല. ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ബിദ്അത്തുകാരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്തെന്ന് പറയാത്ത കിതാബില്ല. നോമ്പുകാലത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നോമ്പ് തുറയുണ്ട്. ആ തുറച്ചു പോകുന്ന നമ്മൾ അവൻ വഹാബിയാണോ ജമാഅത്തുകാരനാണോ നോട്ടമില്ല. അവന്റെ വീട്ടിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ കല്യാണത്തിന് പോകുന്നു. ആ ടൈമിൽ അവന്റെ അരികിലുള്ള പള്ളി അതൊരു വഹാബിയുടെ പള്ളിയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്, മഗ്രിബ് നിസ്കാരം നോമ്പ് തുറക്കനുബന്ധിച്ച് ആ വീട്ടിലൊരു മഗ്രിബ് നിസ്കാരമുണ്ട്, ഇമാമത്ത് നിൽക്കുന്നത് ഒരു വഹാബിയാണ്, ഒരു ജമാഅത്തുകാരനാണ്, ഒരു തബ്ലീഗുകാരനാണ്. ആർക്കും ഒരു പേടിയില്ല, അങ്ങ് പോയി തുടരും. മോശമല്ലേ അവരിടയിൽ നിന്ന് പോരുന്നത്? ഇതാണ് ചിന്ത. ആർക്ക് വേണ്ടിയാണോ നീ നിസ്കരിക്കുന്നത്? അയിമ്മത്ത് മുഴുവനും പറയുന്നു, വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചത് കാണാം, പുത്തനാശയക്കാരനെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. അത് ആർക്കാ കറാഹത്ത്? പൊതുവേ കറാഹത്താണെന്ന പണ്ഡിതന്മാർ, മതപ്രവർത്തകർ, ദീനീ സംഘടനയുടെ ആളുകൾ, പള്ളിയിലെ മുത്തവല്ലി, അവിടുത്തെ സെക്രട്ടറി, അതുപോലെ ദീനീ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന നല്ലവർ, അവർക്ക് കറാഹത്തല്ല. മറിച്ച് എന്താ? അവർക്ക് സുന്നത്താണെന്നാ പറയാൻ പോകുന്നത് ചിലർക്ക് തോന്നുക. അവർ നാടിന്റെ നന്മ ചെയ്യേണ്ടവരില്ലേ? അവരുടെ അവസ്ഥ എന്താണ്? ഇമാമിങ്ങൾ പറയുന്നു, ബുജൈരിനെ എടുത്തു നോക്ക്, ഇംദാദ് എടുത്തു നോക്ക്, ഫത്ഹുൽ ജവാദ് എടുത്തു നോക്ക്. അതാ ഇമാം ഷെർവാനി തഹ്ഫയുടെ വിശദീകരണത്തിൽ പറയുന്നത് നോക്ക്. ഞാൻ പറയട്ടെ, ആ കിതാബിലൊക്കെ കാണാം, യഹ്റുമു അലാ അഹ്ലി സ്വലാഹി വൽ ഖൈരി അസ്സലാത്തു ബിമുബ്തദിൻ ഖൽഫ മുബ്തദിൻ. ഒരു മുബ്തദീനെ തുടർന്ന് നിസ്കരിക്കൽ പണ്ഡിതന്മാർക്ക് മാത്രമല്ല, ആളുകൾ നല്ലവരായി പറയുന്നവർ. പള്ളിയിലെ സെക്രട്ടറിയാ, ചില്ലറക്കാരനാകാൻ പറ്റുമോ? അയാൾ നല്ല ആളാവണല്ലോ. പ്രസിഡന്റാ, പള്ളിയിലെ മുദർരിസ, മദ്രസ മുഅല്ലിമ, നാടിലെ നല്ലവരാണ്, നല്ല സംഘടനാ പ്രവർത്തകരാണ്. അവരൊക്കെ ആണെങ്കിൽ കറാഹത്ത് മാത്രമല്ല, യഹ്റുമു, അവർക്ക് ശിക്ഷയുള്ള കുറ്റമാണ് തുടർന്ന് നിസ്കരിക്കൽ. ആരുണ്ട് ശ്രദ്ധിക്കുന്നവർ? ഈ ആശയം 9ഓളം ഫിഖ്ഹിന്റെ കിതാബുകളിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. യഹ്റുമു കാണാം, ഇംദാദിൽ കാണാം, ഷെർവാനിയിൽ കാണാം, ബുജൈരിനിയിൽ കാണാം, അതുപോലെ തന്നെ ഇമാം അബ്ദുൽ ഖാഹിർ ബഗ്ദാദി പറഞ്ഞത് കാണാം, ഖതീബുൽ ബഗ്ദാദി പറഞ്ഞത് കാണാം, ഇബ്നു ഹൈതമി പറഞ്ഞത് കാണാം, ഷേഖ് തങ്ങൾ പറഞ്ഞത് കാണാം. 10 കിതാബാ ഞാൻ പറഞ്ഞത്. ഉഞ്ഞത്ത്, സവായിഖ്, താരീഖ് ബഗ്ദാദ്, അതുപോലെ തന്നെ അൽ ഫർഖ് ബൈനൽ ഫിറഖ്, ഈ കിതാബിലൊക്കെ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. ഒരു വഹാബിയായ മനുഷ്യനിക്ക് ഒരു സുന്നി പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ അതൊരിക്കലും തന്നെ സഹീഹാവുകയില്ല എന്ന് അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ മുഅല്ലിൽ കാണാം, വഹാബിക്ക് സുന്നി പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഓരോ മഹല്ലിന്റെ അവസ്ഥ സുബ്ഹാനല്ലാഹ്, ഓരോ മഹല്ലുകളിൽ കാണാം. അതിപ്പോ നമ്മളെ സുന്നി നിക്കാഹ് ചെയ്താൽ മതി. എന്ത് സുന്നി നിക്കാഹ്? സുന്നി നിക്കാഹ് കൊണ്ട് എന്ത് കാര്യമുണ്ട്? അറബിയിൽ പറഞ്ഞത് കൊണ്ട് അങ്ങ് സുന്നിയാകുമോ? സുന്നി നിക്കാഹോ? വഹാബിക്ക് ഒരു പെണ്ണിനെ കല്യാണം ചെയ്തല്ല. ഒരിക്കലും തന്നെ ഒരു വഹാബിയായ മനുഷ്യൻ ഒരു സുന്നിയത്തായ പെൺകുട്ടിക്ക് കുഫുവല്ല എന്ന് ഫത്ഹുൽ മുഅല്ലിൽ കാണാം. കുഫുവല്ലാത്ത നിക്കാഹ് സ്വഹീഹല്ല. ചിന്തിക്കട്ടെ സഹോദരന്മാരെ. പിന്നെ അവരുടെ ഈ നടക്കുന്ന ബന്ധങ്ങൾ വ്യഭിചാരങ്ങളാണ്. അതിൽ ജനിക്കുന്ന മക്കൾ ജാരസന്താനങ്ങളാണ്. ആരുണ്ടത് ഉൾക്കൊള്ളാൻ, ആരുണ്ടത് പറയാൻ? തീവ്രത പറഞ്ഞു എന്നാണ് പറയാ. അതൊക്കെ പറഞ്ഞാൽ
സുബ്ഹാനല്ലാഹ്. അവര് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ജീലാനി തങ്ങൾ പറയുന്നു, വിദഅത്തുകാരെ ഉള്ള ബന്ധങ്ങൾ പറയുമ്പോൾ അവിടെ തൽഹുനിയ എന്ന് പറയുന്ന കിതാബിൽ മഹാനായ ഹംദ ഉസ്താദ് ഖാദിരി തരീഖത്തുകാരനാണ്. ഹംദ ഉസ്താദിന്റെ ശൈഖ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി ഖാദിരി തരീഖത്തുകാരനാണ്. അവരുടെ ശൈഖ് ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീൻ തങ്ങൾ അതാ ഖാദിരി തരീഖത്തിന് വലിയ അറിയപ്പെട്ട ശൈഖാണ്. ഖാദിരി തരീഖത്ത് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ റൂട്ട് എന്നാണ്. അതുകൊണ്ടാണ് അവരൊക്കെ സുന്നിയായി ജീവിച്ചത്, അവർക്ക് ആഖിറത്തിലെത്താൻ കഴിഞ്ഞത്. അവർ ആ മഹാന്മാർ ഉൾക്കൊണ്ട മാർഗം ജീലാനി തങ്ങളുടെ മാർഗമാണ്. ജീലാനി തങ്ങളുടെ മാർഗം റസൂലുള്ളാഹിന്റെ മാർഗമാണ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞു, വകുല്ലു വലൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദിൽ കമാലി. ഓരോ നബിമാരും ഓരോ വലിയ ഔലിയാക്കളും ഓരോ നബിമാരുടെ വഴിയിൽ പോയവരാണ്. ഞാൻ വഇന്നി അലാ ഖദമിൻ നബി ബദിൽ കമാലി. അതാ പൂർണ്ണതനായ മുത്തുനബിയുടെ വഴിക്കാണ് ഞാൻ പോകുന്നത്. ജീലാനി തങ്ങൾ പറയുന്നു, മാ വളഅതു ഖദമൻ മാ വളഅൻ നബിയു ഖദമൻ ഇല്ലാ വളഅതു ഫീഹി ഖദമി. റസൂലുള്ളാഹി ഏത് വഴി സ്വീകരിച്ചിട്ടുണ്ടോ അവിടെ എന്റെ കാല് വെക്കാതിരുന്നിട്ടില്ല. മുഴുവനും നബിയെ തുടർന്നുകൊണ്ട് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല. ആ ജീലാനി തങ്ങൾ ഉപദേശിക്കുന്ന കാണാം. അവരുടെ വഴി തുടരുന്ന ഹംദ ഉസ്താദിന്റെ ആണ്ട് കഴിക്കുന്ന സുന്നി മക്കളെ, ആ വാഴ്ന്നിന് വന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദഅത്തുകാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖായിരുന്ന ഹംദ ഉസ്താദിന്റെ ആശയം അബ്ദുൽ ഖാദിർ ജീലാനി ഖാദിരി ത്വരീഖിന്റെ വഴിമുട്ടുന്ന വഴിയെത്തിമുട്ടുന്ന ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്നത്തുൽ താലിബീൽ ലിൽ ഹഖ്, ഹഖിനെ തേടുന്നവർക്ക് ദാ ഇത് മതി എന്ന് പറഞ്ഞ ഉപദേശ കിതാബിൽ കാണാം. 2 വാള്യങ്ങളുള്ള കിതാബാണ്. ആ കിതാബിൽ അതാ ബിദ്അത്ത് പ്രസ്ഥാനക്കാര് അക്കാലത്തുള്ള ജീലാനി തങ്ങൾ ഹിജ്റ 500-400 കാലത്ത് ജീവിച്ച ജീലാനി തങ്ങൾ എഴുതിയത് കാണാം. അക്കാലത്ത് ഏകദേശം 10-100ഓളം ബിദ്അത്ത് പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരും അവരുടെ വിശ്വാസങ്ങളും മുഴുവനും സമൂഹത്തിന് പഠിപ്പിച്ചിട്ട് അരുത് അരുത് അരുത്, അവരെ വഴിക്ക് പോകരുതേ പോകരുതേ ജീലാനി തങ്ങൾ എഴുതി വെക്കുന്ന അവസാനം പറയുന്നു, ഫഅലൽ മുഅ്മിനി, ഈമാനുള്ളവരെ നിങ്ങളുടെ കടമയാണ് ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅ അനുസരിച്ച് ജീവിക്കൽ നിങ്ങളുടെ കടമയാണ്. ഈമാനുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചേക്കണം. അതൊരു മുസ്ലിയാണോ, ഒരു നാടനാണോ, മുഅ്മിനാണോ, അതാണ് നോക്കേണ്ടത്. മൊയിലേരെന്നോ തങ്ങളെന്നോ എന്ന ചിന്തയല്ല. മറിച്ച് ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദ്അഇ. ബിദ്അത്തുകാർക്ക് പെരുപ്പം കാണിക്കാൻ പാടില്ല. ബിദ്അത്തുകാരന്റെ ഒരു പ്രസംഗ പരിപാടി ഉണ്ടായി, അവിടെ ചെന്നത് കേൾക്കാൻ പാടില്ല. ഇവിടെ അടുത്തൊരു പരിപാടി ഉണ്ടായല്ലോ, എത്ര സുന്നികൾ കേൾക്കാൻ പോയി, എന്താ പറയണേന്ന് കേൾക്കാൻ പോയതാ. എന്നാ ഓലെടുത്ത പരിപാടിയോ നല്ല പരിപാടിയോ, ഓല അങ്ങനെ നല്ലൊരു പ്രസംഗം പറഞ്ഞിട്ടാണ് പോയി. എന്താ വഹാബി എന്ന് മനസ്സിലാകൂലേ അവിടുന്ന്. ഞാൻ വഹാബിയെ പറ്റി പറയാൻ ടൈമില്ല. കുഫ്രിയത്ത് മാത്രം ബാധിച്ച വിഭാഗമാണ് വഹാബികൾ. കാഫറാകുന്ന വിഷയങ്ങളല്ലാതെ പറഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഉമർ മൗലവി എന്താണ് എഴുതി വെച്ചത്? ഒരൊറ്റ വാക്കുപോരെ. ഈമാന് മുഴുവനും തളർന്നില്ലേ? ആർക്ക് പേടിയുണ്ട്? വഹാബിയെ കുറ്റം പറയാൻ വേണ്ടിയാണെന്നാണോ മനസ്സിലാക്കുന്നത്? അവനവന്റെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. എനിക്കെന്തിന് ഇവിടെ വന്ന് ഇതൊക്കെ പറയണം? നിങ്ങളുടെ ഈമാൻ രക്ഷിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞോ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെപ്പോലുള്ളവർ നമ്മളെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ കുറെ ചങ്ങാത്തം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ആഖിറം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ചങ്ങാത്തം കൊണ്ടെന്ത് കാര്യമുണ്ട് സഹോദരന്മാരെ? ഉമർ മൗലവി എന്താണ് പറഞ്ഞത്? ആ മനുഷ്യൻ പറഞ്ഞു, പ്രവാചക പ്രഭുവായ മുത്തുനബി വരെ, മുഹമ്മദ് നബി വരെ അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ അതാ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പ്രവാചക പ്രഭുവായ മുഹമ്മദ് നബി വരെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ടാണ് മുഹമ്മദ് നബി ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 പ്രാവശ്യം പൊറുക്കലിനെ തേടിയതെന്ന് സൽസബിയിൽ എഴുതിയ ഉമർ മൗലവിയുടെ ആശയം വഹാബികൾ മുഴുവനും പുകഴ്ത്തിയതല്ലേ, വഹാബികൾ മുഴുവനും അംഗീകരിച്ചതല്ലേ. ഒരു വഹാബി പോലും അതിന്റെ എതിരിൽ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എ.പി. ഉസ്താദെങ്ങാനും ദീനിന്റെ എതിരിൽ പറഞ്ഞാൽ ഇവിടെ സുന്നികൾ കണ്ടു നിൽക്കുമോ? ശംസുൽ ഉലമ പറഞ്ഞാൽ കണ്ടു നിൽക്കുമോ? അവരാരും പറയില്ല. അത് മറ്റൊരു കാര്യം. ദീനിന്റെ എതിരിൽ എ.പി. ഉസ്താദ് ഒരിക്കലും ഒരു വാക്ക് പറയില്ല. പക്ഷേ നാം സങ്കല്പിക്കൂ, അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു എസ്എസ്എഫുകാരൻ, ഏതെങ്കിലും ഒരു എസ്വൈഎസുകാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നി പാർട്ടി അത് കണ്ടു നിൽക്കുമോ? ഇല്ല, അതിന്റെ എതിരിൽ ശബ്ദിക്കും. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. വഹാബിയായ ഈ മൗലവി ഇത് എഴുതിയിട്ട് ഒരു വഹാബിയും ഇക്കാലം വരെ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് സത്യമാണെന്നാണ് എല്ലാ വഹാബിയുടെയും വിശ്വാസം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ മോശം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആൻ ഓതിയതായ ഒരു ഇമാം, ആ ഇമാമിനെ പള്ളിയിൽ ഏൽപ്പിച്ചത് ഉമർ തങ്ങളാണ്. ആ ഇമാം ഓതിയ സൂറത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ മോശം തോന്നിപ്പിക്കാൻ വേണ്ടി, എന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ശൈലിയിൽ ഓതിയ ആ ഇമാമിനെ വിളിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെയ്തത്, അയാൾ വഹാബിയല്ല, പക്ഷേ ചെറിയ രൂപത്തിൽ ഒരു റസൂലുള്ളാഹിനെ തോണ്ടാൻ അയാൾ ചിന്തിച്ചു എന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് തന്റെ മനസ്സുകൊണ്ട് മനസ്സിലായപ്പോൾ വൈബറിയുന്ന കറാമത്തുള്ള ഉമർ തങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെടുത്ത് നോക്കി തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. ആ മനുഷ്യന്റെ തല വെട്ടിക്കളഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബറൂസവി എഴുതിയത്. നമ്മൾ മനസ്സിലാക്കണം, ഈ നാടതിന് പറ്റിയതല്ല. ഈ നാട് മതേതരത്തെ രാഷ്ട്രമാണ്. ആർക്കും എന്തും പറയാം. ഈ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് എന്തും പ്രസംഗിക്കാം. അതിന് തലവെട്ടാനോ എറിയാനോ കുത്താനോ നമുക്ക് പറ്റൂല. അതല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അത്രയും ഗൗരവമാണ്. മുത്തുനബിയെ ചെറിയ നിലക്ക് ഒരു തോണ്ടുന്ന വാക്ക് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഖളിയാദ് തങ്ങൾ അഷിഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമി, ആ ഭൂമി തുറാബ്, അതിലുള്ള മണ്ണ് താഴ്ന്ന മണ്ണാണെന്നൊരു മനുഷ്യൻ പറഞ്ഞു. മദീന മണ്ണ് താഴ്ന്ന മണ്ണാണെന്നൊരു മനുഷ്യൻ പറഞ്ഞു. ആ മനുഷ്യനെ സംബന്ധിച്ച് ചോദ്യം വരുന്നു ഇമാം മാലിക് തങ്ങളോട്, ഇമാം ഷാഫി തങ്ങളെ ഉസ്താദിനോട്. എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? മദീനയിലെ മണ്ണ് മോരില്ല, തങ്ങളുടെ നാടായ മദീന, ആ മദീനയിലെ മണ്ണ് താഴ്ന്ന മണ്ണാണെന്നൊരാള് പറഞ്ഞു. ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചു, എന്ത് ചെയ്യണം ആ മനുഷ്യനെ? ഇമാം മാലിക് തങ്ങൾ പറയുന്നു, മാ അഹഖ അൻ യുഖ്തൽ, അവനെ കൊല്ലേണ്ടവനാണ്, പക്ഷേ ഇപ്പോൾ കൊല്ലണ്ട. അവനെ നിങ്ങൾ 40 അടിയടിക്കുക. നോക്കി നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ അവിടുന്ന് കിടക്കുന്ന മണ്ണ്, ആ മണ്ണിനെ സംബന്ധിച്ച് മദീന എന്ന നാട്ടിലെ മണ്ണ് താഴ്ന്ന മണ്ണാണെന്ന് പറഞ്ഞ പേരിൽ അവനെ കൊല്ലാൻ അർഹനാണെന്നാണ് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. ആളിയാൾ തന്റെ ശിഫയിൽ ഉദ്ധരിക്കുന്നു ഈ വിഷയം. ആർക്കുണ്ട് സഹോദരന്മാർ ഇത്രയൊക്കെ ചിന്ത? ഈമാൻ നഷ്ടപ്പെടുന്ന പേടിയില്ല. ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത്? ഇത് വഹാബിയുടെ ഒരു കുറ്റമാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പ്രബോധനത്തിൽ പറയുന്നു, നബി മുഹമ്മദ് നബിയെ മറവ് ചെയ്യാനുള്ള കാരണം, മറവ് ചെയ്തില്ലെങ്കിൽ ആ ശരീരം ജീർണിച്ച് വാസനിച്ച് ജനങ്ങൾ പൊറുതിമുട്ടുന്നത് കൊണ്ടാണ്. ഒക്കെ നിങ്ങൾ, നബിയെ മറവ് ചെയ്തില്ലെങ്കിൽ ജീർണിക്കും, വാസനിക്കും, അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും. ഇതുകൊണ്ടാണ് നബി തങ്ങളെ മറവ് ചെയ്തത്. ഇത് ജമാഅത്തെ ഇസ്ലാമി എഴുതിയിട്ട് ഇന്നുവരെ തിരുത്തിയിട്ടില്ല. ജമാഅത്തുകാരന്റെ മുഴുവനും വിശ്വാസം ഇതാണ്. പുറത്ത് കണ്ടാൽ നല്ല സേവനമാണ്, ദീനീ സേവനമാണ്. ആ വഹാബിയുടെ ജമാഅത്തുകാരന്റെ കൈ തുടരുത് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വഹാബത്തും താബിഈങ്ങളും. ആ സ്ഥലത്തിലൂടെ അതാ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന അക്രമിയായ ഭരണാധികാരി നടന്നു പോകുന്നു. ആ മനുഷ്യൻ സ്വഹാബിമാരെ ചൂണ്ടിക്കൊണ്ട്, താബിഈങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അതതൂഫൂന അഅവാദ റിമ്മ, വിരുമ്പിപ്പോയ നബിയെയാണോ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്? ആ റസൂലുള്ളാഹിന്റെ ശരീരം നുരുമ്പും എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഹജ്ജാജ് കടന്നുപോയി. നിങ്ങൾ നോക്കിമാം,
മുബറദ് തങ്ങൾ അവിടുത്തെ കാമിലിൽ ഉദ്ധരിക്കുന്നു, ഇമാം ദുർഖാനി തങ്ങൾ അവിടുത്തെ ശറഹ് മവാഹിബുൽ ദീനിയിൽ ഉദ്ധരിക്കുന്നു, ഇമാം കമാലുദ്ദീൻ ദമീരി അവിടുത്തെ ഹയാത്തിൽ ഉദ്ധരിക്കുന്നു. മറ്റ് പല കിതാബുകളിലും കാണാം ഈ വാക്യ ഹജ്ജാജ് പറഞ്ഞതുകൊണ്ട് ഈ പേരിൽ കഫറഹുൽ ഉലമാ, അന്നുള്ള പണ്ഡിതന്മാർ ഹജ്ജാജ് ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് ഫത്വ കൊടുത്തു. നോക്ക് നിങ്ങൾ, നബി ജീർണിക്കുമെന്ന് പറഞ്ഞവൻ കാഫറാണ്, അവൻ ഇസ്ലാമിന്റെ പുറത്ത. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത്. വഖാബി ജമാഅത്ത് തബ്ലീഗിനുള്ളത് 18ഓളം വലിയ ഭീമമായ വിശ്വാസപരമായ തകരാറുകൾ തബ്ലീഗ് ജമാഅത്തിന് കാണാം. നിസ്കാരത്തിൽ മുത്തുനബിയെ ഓർക്കണമെന്ന് അയിമത്ത് മുഴുവനും പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ മുത്തുനബിയെ ഓർക്കണമെന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് തന്റെ ഹിയയിൽ കാണാം. എന്നാൽ തബ്ലീഗുകാരന്റെ ആശയം എന്താണ്? ആ ടൈമിൽ അള്ളാഹുവിനെ മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. മുഹമ്മദ് നബിയെ ഓർക്കുന്നതും വീട്ടിലെ കഴുതയെ ഓർക്കുന്നതും സമമാണ്. ഇതല്ലേ തബ്ലീഗ് ജമാഅത്തുകാരന്റെ ആശയം. കഴുതയോടാണ് റസൂലുള്ളാഹി ഉപമിച്ചത്. ഒരു പേടിയുമില്ല. ഇത് മാത്രമാണോ തർക്കത്തിലിരിക്കുന്നത്? വഖാബി ജമാഅത്ത് തബ്ലീഗ് മറ്റുള്ള പുത്തൻ പ്രസ്ഥാനക്കാരും നമ്മളും കൂടെ 200-ലേറെ വിഷയങ്ങളിൽ നമ്മളും ഒരു തർക്കത്തിലിരിക്കുന്നു. ഒരു തറാവീഹും ഒരു സ്ത്രീ ജുമായും മാത്രമാണെന്ന് മനസ്സിലാക്കരുത്. 200-ലേറെ വിഷയങ്ങൾ തർക്കത്തിലുണ്ട്. അതിൽ 50-ലേറെ വിഷയങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളാണ്. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയുന്നു, നിന്റെ വിശ്വാസത്തിന് തകരാറോടുകൂടെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നീ 40-ലേറെ വർഷം സുജൂദിൽ കിടന്നു അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട്. പക്ഷെ അഖീദത്തുക നിന്റെ വിശ്വാസം തകരാറിലാണെങ്കിൽ കാനത്ത് ഇബാദാത്തുക ഹബാഅം മൻസൂറാ. നീ ചെയ്ത ജുമുഅ, നീ ചെയ്ത നിസ്കാരം, നീ ചെയ്ത നോമ്പു എല്ലാം വിതരപ്പെട്ട ധൂളികളാണ്, ആഖിറത്തിൽ കാണുകയില്ല. അതല്ലേ ശംസുൽ ഉലമ പറഞ്ഞത് സമസ്ത സമ്മേളനത്തിൽ വഹാബിയോടും ജമാഅത്തുകാരനോടും തബ്ലീഗുകാരനോടും പറഞ്ഞതാണ്, നിന്റെ നിന്റെ ഖുതുബയല്ല, നിന്റെ ജുമുഅയല്ല, നിന്റെ ഖുതുബ പ്രസംഗവും നിന്റെ ജുമുഅ മീറ്റിംഗുമാണ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ അല്ലാഹു അക്ബർ. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. 60-ാം വാർഷികത്തിൽ പറഞ്ഞില്ലേ, സമസ്തയുടെ 60-ാം വാർഷികത്തിൽ ശംസുൽ ഉലമയുടെ പ്രസംഗമാണ്, വഹാബിയുടെ ഖുതുബയല്ല. മുസ്ലിമീങ്ങളെ അത് വലിയ ആശയമാണ്. അതാണ് മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ശംസുൽ ഉലമ പറഞ്ഞ ആ വാക്ക് എന്താണ്? നിന്റെ ഖുതുബയല്ല. നിസ്കാരത്തിന് നേരെ അതാ ജുമുഅക്ക് അതാ അങ്ങാടിയിൽ ചെന്നപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടപ്പോ അവിടെ വഹാബിയുടെ പള്ളിയേ ഉള്ളൂ. ആ പള്ളിയിലേക്കാ ചെന്നത്. വാസിൽ നോക്കുമ്പോൾ 1 മണിയായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോയാൽ ഒരു പള്ളിയും കിട്ടൂല. അപ്പൊ ഏതായാലും വഹാബിന്റേതായാലും ഒരു ജുമുഅല്ലേ എന്ന് മനസ്സിലാക്കി കൂടാൻ പാടില്ല. അത് ഖുതുബയല്ല, ജുമുഅയല്ല. ഞാനല്ല പറയുന്നത്, അയിമ്മത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് ശംസുൽ ഉലമയും പറഞ്ഞത്. ശംസുൽ ഉലമയുടെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല. നിന്റെ ഖുതുബയല്ല, നിന്റെ ജുമുഅയല്ല, നിന്റെ ഖുതുബ അത് പ്രസംഗമാണ്. നിന്റെ ജുമുഅ പ്രസംഗത്തിന് ശേഷം നടന്നൊരു മീറ്റിംഗ് മാത്രമാണ്, ഒരിക്കലും ജുമുഅയല്ല. അതുകൊണ്ടല്ലേ ശംസുൽ ഉലമ പറഞ്ഞത് വെറുതെയല്ല. അയിമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാം. സുന്നികളായ മുഅ്മിനീങ്ങളെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ത്വരീഖ് സ്വീകരിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാണല്ലോ ഹംദ ഉസ്താദിന്റെ ആണ്ട് നടത്തുന്നത്. അവിടുന്ന് ഖാദിരി ത്വരീഖത്തുകാരനാണ്, ജീലാനിയുടെ റൂട്ടുകാരനാണ്. മഹാനവറുകളൊക്കെ ജീവിച്ചതായ ആശയം ജീലാനി തങ്ങളുടെ ആശയമാണ്. ജീലാനി തങ്ങൾ പഠിപ്പിച്ച ആശയമാണിത്. ഒരിക്കലും തന്നെ ബിദ്അത്തുകാരനോട് ബന്ധം പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. ജീലാനി തങ്ങൾ പറഞ്ഞു, ബഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. ബഗയയിൽ കാണാം അബ്ദുറഹ്മാൻ ബഅലവി തങ്ങൾ പറയുന്നു, ഒരാള് ഒരു പള്ളിയിൽ പോയി, അതാ ഒമിൻ അസ്ബാബി ഒമിൻ അഅ്ദാരിൽ ജുമുഅ, ജുമുഅക്ക് പോകാൻ തടസ്സമുള്ള കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ത്? ആ ജുമുഅയിലെ ഇമാം അത് ബിദ്അത്തുകാരനാവുക എന്നത്. ജുമുഅ തടസ്സമാകുന്ന ജുമുഅക്ക് പോകൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ അത് വഖാബിയുടെ പള്ളിയാണെങ്കിൽ, ജമാഅത്തുകാരന്റെ പള്ളിയാണെങ്കിൽ, സുന്നി പള്ളി കിട്ടുകയില്ലെങ്കിൽ ആ പള്ളിയിൽ കയറരുത്. ആ പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുത്തിട്ട് കാര്യമില്ല. ളുഹ്ർ ഏതായാലും നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്
എന്നത് തെറ്റാണ്. അത് ജുമാ ഉദുറുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. രോഗിയായിട്ട് ജുമാക്ക് പോകാൻ കഴിയാത്ത അതേ വിധിയാണ് ബിദ്അത്തുകാരനാവുക എന്നുള്ളത്. അവരെ തുടർന്ന് നിസ്കരിക്കൽ പാടില്ല, അത് തെറ്റാണ്. ഇമ്മത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല. ജീലാനി തങ്ങൾ പറയുന്നു, അതാ ഫഅലൽ മുഅ്മിൻ ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദ്അഇ. ബിദ്അത്തുകാർക്ക് അതാ ആളെ കൂട്ടിക്കൊടുക്കരുത്, ആ സദസ്സിൽ ചെന്നിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കരുത്. വളരെ ശ്രദ്ധിക്കണം. വഅല്ലാ യുകാസിറ അഹ്ലൽ ബിദ്അഇ വഅല്ലാ യുസല്ലിമ അലൈഹിം, അവർക്ക് സലാം പറയരുത്. വഅല്ലാ യുസല്ലി അലൈഹിം ഇദാ മാതു, അവർ മരിച്ചാൽ അവരെ മയ്യിത്ത് നിസ്കരിക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്നത താലിബീനിൽ പറഞ്ഞതാണ്. ഇതേ അഷീം അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ അൽ ഫർഖ് ബൈനൽ ഫിറഖിൽ ഏത് കാലത്ത് പറഞ്ഞു സഹോദര? 1000 വർഷം മുമ്പ്, ഹിജറ 420 കാലത്താണ് അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി ഉള്ളത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി എന്ന ശാഫിഈ മദ്ഹബിലെ അസ്ഹാബുൽ വുജൂഹ് എന്ന് പറയുന്ന ഉയർന്ന സ്ഥാനക്കാരനായ അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി പറഞ്ഞതാണ്, ഒരിക്കലും തന്നെ ബിദ്അത്തുകാരോട് സഹകരണമില്ല. അവരെ കമ്മിറ്റിയിൽ മെമ്പറാക്കരുത്, മഹല്ലിന്റെ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കരുത്, അവരോട് വെറുപ്പ് വെക്കേണ്ടതാണ്. അവരെ സലാം മടക്കരുത്, അവൾക്ക് പെൺകുട്ടികളെ കല്യാണം ചെയ്തു കൊടുക്കരുത്, അവരെ പെൺകുട്ടികളെ ഇങ്ങോട്ട് കല്യാണം ചെയ്തെടുക്കരുത്. അവരോട് വല്ലായുഹന്നിഅഹും ഫി ഔഖാത്തിൽ അഅയാദി വസ്സുറൂർ, പെരുന്നാൾ വേളകളിൽ ഈദ് മുബാറക് അവരോട് പറയരുത്, മംഗളം പറയരുത്, അവർക്ക് സ്വാഗതം പറയരുത്. അവർ സ്റ്റേജിലുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം പറയരുത്, അവർ വരുമ്പോൾ അവർക്ക് കൈ കൊടുക്കരുതെന്ന് ഞാനല്ല പറഞ്ഞത്, ജീലാനി തങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്നു, മൻ തബിഅ ജനാസത മുബ്തദിഇൻ, ഒരു പുത്തനാശയക്കാരൻ മരിച്ചിട്ട് അവന്റെ ജനാസന്റെ കൂടെ ഒരാൾ പോയാൽ ലം യദൽ ഫീ സുഖ്തില്ലാ, അവൻ അല്ലാഹുവിന്റെ ദേശത്തിലാണ്. ഹത്താ യർജി, അവൻ മടങ്ങി വരുന്നത് വരെ അല്ലാഹുവിന്റെ ശിക്ഷയിലാണ്. ആർക്കുണ്ട് ശ്രദ്ധ? കൂലിട്ടെന്ന് മനസ്സിലാക്കിയിട്ടാ കുറെ ആൾക്കാർ പോകുന്നത്. കൂലി കിട്ടും. വിദഅത്തുകാരെ കൂടെ ഭക്ഷണം കഴിക്കരുത്. ഇമാം സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി പറയുന്നു, താബിഈങ്ങളിൽ അത്യുന്നതനാണ്. വല്ലാ യുആഖിലഹു വലാ യുശാരിബഹു, അവന്റെ കൂടെ വെള്ളം കുടിക്കാനും ഇരിക്കരുത്, ഒരു ടേബിളുമ വന്ന അവരൊപ്പം ഇരിക്കരുത്. ഇതാണ് വിദഅത്തുകാരനോട് കാണിക്കേണ്ട ശൈലി. വലാ യുസാഹിബഹു, അവന്റെ കൂട്ടുകാരനാകാൻ പാടില്ല. ആർക്കുണ്ട് ഈ ശ്രദ്ധ? എല്ലാം സ്നേഹം 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 ആരോട് വേണം? ഇത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം സഹോദരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം ഉടനെ തന്നെ ബിദ്അത്ത് പ്രസ്ഥാനക്കാർ വന്നിട്ടുണ്ട്. അവിടെ മുതൽ ഇക്കാലം വരെ ബിദ്അത്തുകാരുണ്ട്. ഇമാം അബ്ദുൽ ഖാഹിർ തങ്ങൾ പറയുന്നു, ثم أحدث في زمان المتأخرين من الصحابة خلاف القدرية, ബിദ്അത്തുകാർ റസൂലുള്ളാഹിന്റെ ശേഷം വന്നു. അപ്പോൾ എന്തുണ്ടായി? സഹാബികൾ എന്ത് വഴിയാ സ്വീകരിച്ചത്? വതബറഅ മിൻഹുൽ മുതഹാബിമാർ, ജനങ്ങളോട് സ്റ്റേജ് കെട്ടി പറഞ്ഞു, ഞങ്ങൾ അവരുടെ അനുകൂലികളല്ല. ആരൊക്കെയുണ്ട് സഹാബിമാർ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബി ഹുറൈറ വഅബി ഹുറൈറ ഇബ്നു അബ്ബാസ് വഅനസ് ഇബ്നു മാലിക് വഅബ്ദുറഹ്മാൻ ഇബ്നു അബി ഔഫ വഅഖബത്ത് ഇബ്നു ആമിർ അൽ-ജുഹനി വഅഖറാനുഹും. അവരുടെ കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, എന്ത്? അവരെല്ലാവരും ഞങ്ങൾ ഇവരുടെ ആളുകളല്ല, ഞങ്ങൾ ബിദ്അത്തുകാരോടൊക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് വഔസൗ അഖ്ലാഫഹും, അവരുടെ ശേഷം വരാൻ പോകുന്ന ജനങ്ങളോട് വസിയത്ത് ചെയ്തു, ബിഅല്ലാ യുസല്ലിമൂ, അവർക്ക് അവർ സലാം പറയരുത്, വലാ യുസല്ലു അലാ ജനായിസിഹിം, അവർ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കരുത്, വലാ യഊദു മർലാഹും, രോഗികളായാൽ സന്ദർശിക്കരുത്. അൽ ഫർഖിന്റെ 15ാമത്തെ പേജിൽ കാണാം. സഹോദരന്മാരെ, സൂക്ഷിക്കണം. ബിദ്അത്തുകാരോട് അതിയായ വെറുപ്പ് നമ്മുടെ മനസ്സിൽ വേണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ. ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ് നമ്മൾ ആഖിറത്തിൽ ഉണ്ടാവുക. ബിദ്അത്തുകാരനെ സ്നേഹിച്ചാൽ അവന്റെ കൂടെയായിരിക്കും, കള്ളുകുടിയനെ സ്നേഹിച്ചാൽ അവന്റെ കൂടെയായിരിക്കും. നമ്മുടെ ഡ്രസ്സുകൾ സൂക്ഷിക്കണം, നമ്മളുടെ നിത്യജീവിതം സൂക്ഷിക്കണം, നമ്മൾ ഏത് റൂട്ടിലൂടെ പോകണമെന്ന് സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി എന്ന മഹാനെ സംബന്ധിച്ച് കിതാബിൽ കാണാം ഒരു ചരിത്രം. അത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. യൂസുഫ് നബഹാനി തങ്ങൾ
വലിയ ആശിഖുർ റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം ചിന്തിച്ച് നടന്നവരാണ്. എത്രയോ ആശിഖ്യങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ആ സ്നേഹം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മുത്തുനബിയുടെ മഹബ്ബത്ത്, അതാണ് സഹോദരന്മാരെ ഏറ്റവും വലിയ കാര്യമായി നമ്മളെ മനസ്സിൽ വെക്കേണ്ടത്. ഔലിയാക്കളെ നമ്മൾ സ്നേഹിക്കണം, മഹാന്മാരെയൊക്കെ സ്നേഹിക്കണം. ഏറ്റവും സ്നേഹിക്കേണ്ടത് മുത്തുനബിയെയാണ്. ഉമ്മമാരെ, നമ്മളെ മനസ്സിൽ മുത്തുനബിയെ കൊണ്ട് നടക്കണം. ആ നബിയോട് എല്ലാ ബഹുമാനവും നമ്മൾ കാണിക്കണം. ആ നബിയുടെ പച്ചക്കുബ്ബയുടെ ചിത്രം കണ്ടാൽ അതെടുത്ത് നമ്മൾ മുത്തണം, അത് നിലത്ത് വെക്കരുത്. അത് നമ്മൾ ഉയർന്ന സ്ഥാനത്ത് സൂക്ഷിക്കണം. നമ്മുടെ മുസല്ലയിൽ ആ നബിയുടെ പച്ചക്കുബ്ബയുണ്ടെങ്കിൽ അത് നിസ്കരിക്കാൻ നിൽക്കരുത്. ഉമ്മമാരെ, നിങ്ങൾക്ക് പലരും ഹജ്ജിന് പോയിട്ട് കൊണ്ടുവന്ന് തന്ന മുസല്ലയുണ്ടാകും, അതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബയുണ്ടെങ്കിൽ അത് നിൽക്കരുത്, നിസ്കരിക്കരുത്. അത് ചുമരിൽ തൂക്കുക, അത് ബഹുമാനത്തിനുള്ളതാണ്, കാലുവെക്കാനുള്ളതല്ല. മഹാന്മാരുടെ മക്ബറയുടെ ചിത്രങ്ങൾ, മഹാന്മാരുടെ ഈ ഹംസ ഉസ്താദിന്റെ മക്ബറന്റെ ചിത്രം അത് ചവിട്ടരുത്. അതിന്റെ ആണ്ട് നേർച്ചയുടെ നോട്ടീസിൽ അത് ചിത്രമുണ്ടെങ്കിൽ അത് നിലത്തിട്ട് ചവിട്ടിയാൽ അത് തെറ്റാണ്, അതിന് ബഹുമാനമുണ്ട്. ഞാൻ പറഞ്ഞതല്ല, മഹാന്മാർ എഴുതി വെച്ചതായി കാണാം വിശുദ്ധ ഖുർആന്റെ വിശദീകരണത്തിൽ. മഹാന്മാരുടെ മക്ബറയുടെ ചിത്രങ്ങൾ, അതിന് ബഹുമാനമുണ്ട്. വീടിൽ വെക്കുന്നതിന് ബഹുമാനമുണ്ട്. കഅബാലയത്തിന്റെ ചിത്രത്തിന് ബഹുമാനമുണ്ട്. മമ്പുറം ജാറത്തിന്റെ ചിത്രത്തിന് ബഹുമാനമുണ്ട്. മമ്പുറം ജാറത്തിന് മാത്രമല്ല മുത്തുനബിയുടെ ഖുബ്ബ അക്കൂട്ടത്തിൽ അത്യുന്നതമായതാണ്. അവിടുത്തെ ചെരുപ്പിന്റെ ചിത്രം മഹാനായ ഇമാം ഖസ്സലാനി, ഇമാം മുഖർരി അവരെല്ലാം സ്വന്തം കിതാബുകൾ എഴുതിയിരിക്കുന്നു. അവിടുത്തെ ചെരുപ്പിനെ പറ്റി പറയാൻ വേണ്ടി. സഹോദരന്മാരെ, ആ ചെരുപ്പിനെ ചുമന്ന് നടക്കുന്ന ആളുകൾ എത്ര! ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ തലക്കെട്ടിന്റെ മുകളിൽ അതിങ്ങ് എടുത്തു നോക്കിയാൽ അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാൾ തങ്ങളുടെ തൊപ്പിയുടെ മുകളിൽ തലയെക്കെട്ടെടുത്തു നോക്കിയാൽ ആ തൊപ്പിയുടെ മുകളിൽ മുത്തുനബിയുടെ ചെരുപ്പിന്റെ ചിത്രം വരച്ചിട്ടത് കാണാം. അത് ഏറ്റി നടക്കുകയാണ് അവർ ആ സ്നേഹം കൊണ്ട്. അത് മഹാന്മാര് ചെയ്തതാണ്. ഇമാം സഖാവിയൊക്കെ പറയുന്നുണ്ട്, ഖസ്സലാനി പറയുന്നുണ്ട്, ആ ചെരുപ്പിന്റെ ചിത്രത്തിന് 14ഓളം ഗുണങ്ങൾ വീടിൽ ഉപയോഗിക്കുന്നുണ്ട്, ബറക്കത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട്. അതൊന്നും താഴ്ത്തരുത്. അവിടുത്തെ ഖബറിന്റെ ചിത്രം അത് നിലത്തിടരുത്, ബഹുമാനിക്കണം. അതിനൊക്കെ സ്ഥാനമുണ്ട്. മുത്തുനബിയാണ് ഏറ്റവും വലിയത്. ഏറ്റവും മഹബത്ത് വെക്കേണ്ടത് അവിടത്തെയാണ്. അവിടത്തെ പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ ആരുമില്ല. ഏത് മഹാനായ വലിയനെ സ്വീകരിച്ചാലും നമ്മുടെ കയ്യിൽ വല്ല അബദ്ധവും വന്നാൽ ഒരുപക്ഷെ അവര് നമ്മെ ഒഴിവാക്കിയേക്കാം. റസൂലുള്ള ഒഴിവാക്കുകയില്ല. ജീവിതത്തിൽ അബദ്ധം വന്നാൽ റസൂലുള്ള അറിഞ്ഞാൽ നമുക്ക് വേണ്ടി പൊറുക്കല്ല തേടുമെന്ന് പറഞ്ഞ നബിയാണ്. ഉമ്മമാരെ, മദീനയിലേക്ക് മനസ്സ് കൊടുക്കൂ. മദീന മറക്കല്ല. ലഅസ്സമാനു വലം അൻദുർ മനാദിലഹു. മഹാന്മാരുടെ കവിതകളാണ്. കാലങ്ങൾ കഴിഞ്ഞുപോയി, ഞാൻ റസൂലുള്ളാഹിന്റെ ആ മദീന കണ്ടില്ല. വലിയ ദുഃഖമായിരുന്നു മഹാന്മാരുടെ മുഴുവനും ജീവിതത്തിൽ. അവരുടെ കവിതകളിൽ മുഴുവനും കാണാം. ഇഷ്ടംപോലെ സ്ത്രീകളുടെ ചരിത്രം അതിലുണ്ട്, ഇഷ്ടംപോലെ പുരുഷന്മാരുടെ മഹാന്മാരെല്ലാത്തവരുടെ ചരിത്രത്തിലും അങ്ങനെയുണ്ട്. അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചു പോയ എത്ര ആളുകളാണ്. ആ മദീനയെ ഓർത്ത് ഉറക്കു വരാതെ കരഞ്ഞു നടന്ന എത്ര ആളുകളാണ്. അതാ മഹാന്മാരുടെ ചരിത്രത്തിൽ അവരുടെ കവിതകളിൽ കാണാം. ഇമാം ഇബ്നു ജൗസി പാടിയത് നമ്മൾ കണ്ടിട്ടില്ലേ? അതാ ഹീനമാ ശദ്ദുൽ മഹാമിൽ വതനാദൗ ലിർറഹീൽ ജിതുഹു വദമു സായിൽ ഖുൽതു ഖഫിലി യാ ദലീൽ. ഹീനമാശത്തുൽ മഹാമിൽ, ആളുകൾ മദീനയിലേക്ക് പോകാനുള്ള യാത്രയെടുപ്പല്ല തയ്യാർ ചെയ്യുമ്പോൾ ഞാൻ അവരരികിലൊക്കെ ചെല്ലുന്നതാണ്. എന്നിട്ട് പറയും, വദ്ദം ഓസായിൽ, എന്റെ മനസ്സ് വേദനിക്കുന്നു. ഈ ശൈലിയിൽ ഞാൻ പറയും, മദീനയിലേക്ക് പോകുന്ന ഹാജിമാരെ ഒന്ന് നിൽക്കുക, നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണ്? എന്റെ ഒരു സലാം മദീനയിലേക്ക് കൊണ്ടുപോകണേ. തെലങ്കാടിൽ നിന്ന് ഈ കൊല്ലം ഹജ്ജിന് പോയ സഹോദരന്മാരോട് സലാമേൽപ്പിച്ച എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്. ഓർക്കണം, നമ്മൾ മദീനയിലേക്ക് ഒരാൾ പോകുമ്പോൾ
നമ്മുടെ ഒരു ലെറ്റർ റസൂലുള്ളാഹിക്ക് കൊടുത്തയക്കണം. അതിലേറ്റവും ചെറിയൊരു സലാമാണ്. എന്റെ പരിചയത്തിലുള്ള ഒരു സഹോദരൻ അബ്ദുറഹ്മാൻ എന്ന് പറയും, അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന, അഥവാ ഓമത്തപ്പുഴ എന്ന നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഒരു സഹോദരനോട് ദുആഇരിക്കാൻ പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയാണ്. എന്നോട് നബി പറയുന്നു, അബ്ദുറഹ്മാൻ, നിന്റെ നാട്ടുകാരൻ എന്റെ അരികിലേക്ക് പോരുമ്പോൾ നീ ഒരു സലാം കൊടുത്തയച്ചില്ലല്ലോ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നീ ഒരു സലാം കൊടുത്തയച്ചു. അബ്ദുറഹ്മാൻ പറയുകയാണ്, എന്നോട് മുസ്തഫ നബി തങ്ങൾ വന്നിട്ട് പറയുന്ന, അബ്ദുറഹ്മാൻ, നീ ഇവിടെ എന്റെ അരികിലേക്ക് വരുന്ന ഒരുത്തന്റെ കയ്യിൽ അവനോട് എല്ലാം പറഞ്ഞു എന്നല്ലാതെ എനിക്കൊരു സലാം നീ പറഞ്ഞയച്ചില്ലല്ലോ. അബ്ദുറഹ്മാൻ പറയുന്നു, ഞാൻ അങ്ങ് ഉണർന്നുപോയി, എനിക്ക് സങ്കടമായി. അദ്ദേഹം ഹജ്ജിന് പോകുന്നത് സുബഹിക്കാണ്. ഞാൻ ഓടി രാത്രിക്ക് ചെന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, എന്റെ ഒരു സലാം മുത്തുനബിയോട് പറയണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ റൂമിലിരുന്ന് റസൂലുള്ളാഹിക്ക് സലാം പറയണം. അത് റസൂലുള്ളാഹി തങ്ങൾ കേൾക്കും അറിയും, സലാം മടക്കുന്നതാണ്. റസൂലുള്ള വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്. ആ നബിയെ കണ്ടവർ ഈ സദസ്സിൽ എത്രയുണ്ട്, കാണണം നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ. നബി തങ്ങളെ കാണാത്ത ജീവിതത്തെ ഇഷ്ടപ്പെടാത്ത, എനിക്ക് ഹറാമാണെന്ന് പറഞ്ഞ എത്ര സഹോദരന്മാർ, എത്ര ഔലിയാക്കളാണ്, എത്ര മഹാന്മാരാണ്. ഹറാമുല്ലദീദുൽ ഐശി അതാ അസൂറഹു അഉഹ്നാഉ അർലൻ വൽ ഫുആദു ജരീഹു. ഹറാമുല്ലദീദുൽ ഐശ്, എനിക്കൊരു സുഖജീവിതമില്ലാതെ എനിക്ക് ഹറാമ് പോലെയാണ്. അതാ അസൂറഹു, മദീനയിലെത്തുന്ന മുമ്പ് എന്റെ മനസ്സിന് സമാധാനമില്ല, എനിക്കൊരു സുഖമില്ല. അപ്പൊ എത്തിയ ആൾക്കാർക്ക് സമാധാനായോ? എത്തിയ ആൾക്കൊക്കെ സമാധാനായോ? ഇല്ല ഇല്ല. എത്തിയവർ എത്തിയോ? ബോഡി എത്തിയിട്ടുണ്ട്, പക്ഷേ ആത്മാവിന് ഇതിന്റെ അരികിൽ എത്തിയിട്ടുണ്ടോ? ഹജ്ജിന് പോയ ഓരോരുത്തരും ചിന്തിക്കണം, പടച്ചവനെ, ഞാൻ എത്തിയിട്ടില്ല. കാരണം എന്റെ ബോഡിയെ മദീനയിലെത്തിയിട്ടുള്ളൂ. എന്റെ ആത്മാവ് മുത്തുനബിന്റെ അരികിലെത്തിയോ? എത്തിയവല്ല സിഗ്നലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയോ? ഇല്ല ഇല്ല. റസൂലുള്ളാഹിന്റെ അരികിലെത്തിയിട്ട്, റസൂലുള്ളാഹി തങ്ങളുടെ അരികിലെത്തിയിട്ട് നബിയെ അതേ അപ്പടി തന്നെ കണ്ട എത്ര മഹാന്മാർ നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടോ സഹോദരന്മാരെ? സ്വപ്നത്തിലെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ മദീനയിലെത്തിയിട്ടില്ല. ബോഡിയെങ്കിലും എത്തി എന്ന് സന്തോഷിക്കാം. എത്തിയവർക്ക് അവരും ആത്മാവ് കൊണ്ടെത്തിയോ എന്നതിൽ ദുഃഖിക്കണം. അപ്പോൾ മദീനയിൽ പോയില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ലഹു ഫീ തയ്യിബത്തിൻ നഫ്സിനാ മഖാമി ലദൈഹിൽ ഖൈറു അജ്മഉഹു മുഖീമു. ലഹു ഫീ തയ്യിബത്തിൻ അസ്നാ മഖാം, ഏറ്റവും വലിയ മഖാം ഹംസ ഉസ്താദിന്റെ മഖാം അത് നമ്മുടെ മുന്നിലുണ്ട്. ആ മഖാമിനേക്കാൾ വലിയ മഖാം അവരെ ശൈഖിന്റെ മഖാം, സഈദ് തങ്ങളുടെ മഖാം അതിലേറെ വലിയത്. അങ്ങനെ അങ്ങ് പോയിട്ട് ഏറ്റവും വലിയ മഖാം ഏതാണ്? ലഹു ഫീ തയ്യിബത്തിൻ നഫ്സിനാ മഖാമി ലദൈഹിൽ ഖൈറു അജ്മഉഹു മുഖീമു. എല്ലാ മഖാമുകളെയും മറികടക്കുന്ന ഏറ്റവും വലിയ അല്ലാഹു റസൂലുള്ളാഹി തങ്ങളെ അരികിലേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. ഈ സ്നേഹങ്ങളും ഈ ബന്ധങ്ങളുമൊക്കെ ആര് പിരിഞ്ഞാലും ആര് വെറുത്താലും നബിതങ്ങൾ വെറുക്കലാണ് ഏറ്റവും വലിയ നഷ്ടം. സുന്നിയായി ജീവിച്ചപ്പോൾ പലർക്കും എന്നോട് വെറുപ്പാണ്. ഞാൻ സലാം പറയാത്ത പേരിൽ പല വഹാബിക്കും വെറുപ്പാണ്. മുത്തുനബിയെ സംബന്ധിച്ച് വേണ്ടാത്തത് പറഞ്ഞ പേരിലാണ് എനിക്ക് വെറുപ്പുള്ളത്. പക്ഷേ ഇതൊക്കെ എല്ലാവരും വെറുത്ത്, എല്ലാ നാട്ടുകാരും വെറുത്ത്, അവനൊന്നിനും പറ്റില്ല, അവൻ വഹാബിക്ക് സലാം പറയുന്നില്ല, അവൻ സമൂഹത്തിൽ ഐക്യത്തിനെതിരെ ചെയ്തവനാണെന്ന് പറഞ്ഞൊക്കെ തള്ളിയാലും ഒരിക്കലും മനവേദന വേണ്ട. റബ്ബിന് വേണ്ടി, റസൂലുള്ളാഹിക്ക് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി ആരെ വെറുത്തോ അല്ലാഹുവിന്റെ റസൂൽ അവനെ സ്നേഹിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ വെറുത്താൽ ആര് സ്നേഹിച്ചിട്ടും കാര്യമില്ല. فما كل سقاء سوى جفاه وليس سوى تواصله نعيم. وما كل سقاء سوى جفاه, അവിടുന്ന് വെറുത്താൽ എല്ലാ പരാജയവുമാണ്. അവിടുന്ന് വെറുത്തിട്ടില്ലേ? ഒരു പരാജയവുമില്ല. ആരുടെ മുമ്പിൽ തോറ്റുപോയാലും പ്രശ്നമല്ല.
എന്നാൽ നബി തങ്ങളെങ്ങാനും വെറുത്താൽ അത് ഏറ്റവും വലിയ പരാജയമാണ്. വലൈസ സീവാ തവാസുലിഹി നഈമു. അവിടത്തോടൊരു കണക്ഷൻ ഉണ്ടായാൽ അതിന്റെ അപ്പുറം ഒരു ബന്ധത്തിന് ആവശ്യമില്ല. തൊലങ്ങാടിൽ വീട്ടിൽ ചെറിയൊരു വീട്ടിന്റെ ഉള്ളകത്തിരുന്ന് മുത്തുനബിയെ വിളിക്കുമ്പോൾ മദീനയിൽ ഉണരുന്നതാണ്. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു നേതാവ് ലോകത്തില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി അള്ളാഹുവിന്റെ റസൂലിനെ വലിയ സ്നേഹം കൊടുത്തവരാണ്. റസൂലുള്ളാഹിനെ 100-ലേറെ പ്രാവശ്യം കണ്ടവരാണ്. റസൂലുള്ളാഹി തങ്ങൾ പലരോടും യൂസുഫിന് എന്റെ സലാം പറയണമെന്ന് സലാമേൽപ്പിച്ചവരാണ്. അങ്ങനെയുള്ള യൂസുഫ് നബഹാനി ഒരു ഗ്രന്ഥം എഴുതുന്നു. ഏതാണ് ഗ്രന്ഥം? ഇന്നും ലഭിക്കുന്ന ഗ്രന്ഥമാണത്. യൂസുഫ് നബഹാനി വഫാത്തായി പോയിട്ട് 100-200 വർഷങ്ങളെ ആയിട്ടുള്ളൂ. മഹാനവറുകളുടെ ആ ഗ്രന്ഥം വക്കാബിയെ എതിർത്തുകൊണ്ടുള്ള ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കല് അത് ശിർക്കാണെന്ന് പറയുന്ന വക്കാബി, തവസ്സുല് ചെയ്യല് ശിർക്കാണെന്ന് പറയുന്ന വക്കാബി, പെണ്ണിനെ ജുമാക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്ന വക്കാബി, അതുപോലെ തന്നെ കൈകെട്ടുമ്പോൾ നെഞ്ചുമുകളിൽ കെട്ടണമെന്ന് പറയുന്ന വക്കാബി, ഇങ്ങനെ ദീനിന്റെ ഇതിന് മാത്രം 200ഓളം വിഷയങ്ങൾ പറഞ്ഞ, വിശ്വാസപരമായി 50-ലേറെ വിഷയങ്ങൾ പറഞ്ഞ വക്കാബി ജമാഅത്ത് തബ്ലീഗ് പോലുള്ള ആളുകളോട് കടുത്ത വിരോധിയായി ജീവിച്ച ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനെ മുഴുവനും ഗണ്ണിച്ചുകൊണ്ട് ഒരു വലിയ അറബി ഗ്രന്ഥം രചിക്കുന്നു. ആ അറബി ഗ്രന്ഥത്തിന് മദീനയിൽ ജീവിക്കുന്ന ഒരു വഹാബി, മദീനയിൽ ജീവിക്കുന്ന ഒരു മുഹ്തദി, ഒരു വഹാബി പണ്ഡിതൻ അതിന് ഖണ്ഡനം എഴുതുന്നു. ആ ഖണ്ഡന പുസ്തകം ഒരു സുന്നിയായ സഹോദരൻ വായിക്കാൻ വേണ്ടി വാങ്ങുന്നു. ആ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്നു. സഹോദരന്മാരെ, എത്ര വഹാബിയുടെ സീഡികളാണ് നമ്മുടെ വീട്ടിലുള്ളത്. എന്റെ വാള് കേൾക്കുന്നതിൽ ഈമാനുള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നുപോയി അത് അതാ എടുത്ത് മുഴുവനും പൊട്ടിച്ചു കളയൂ. സിനിമ നടന്മാരുടെ സിനിമ, അതുപോലെ തന്നെ ബ്ലൂ ഫിലിമുകൾ, അതുപോലെ തന്നെ നടന്മാരുടെയും നടിമാരുടെയും ചിത്രങ്ങൾ, അവരുടെ കഥകളും അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങളും വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് പൊട്ടിച്ചു കളയൂ. വീട്ടിൽ ചെന്ന ശേഷം നല്ല സീഡികളല്ലാതെ കാണരുത് സഹോദരന്മാരെ. വീടിൽ അദാബിറങ്ങും, വീടിൽ ബറക്കത്ത് ഉയർന്നു പോകും. വകുല്ലു ബൈതിൻ ഫീഹി ദൽവിസിയൂനു വഹീബുഹു മുഅസ്സബും മഫ്തൂനു. ഉള്ളാൾ തങ്ങളുടെ ശൈഖായ ഇന്ന് ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന നൂറുദ്ദീനിൽ മക്കി എന്ന വലിയ മഹാൻ ആരിഫായിരുന്നു. എത്രയോ 19 വർഷം മുമ്പ് വഫാത്തായി പോയി. ആ മഹാൻ പറഞ്ഞ വാക്കാണ് നമ്മുടെ നാടിൽ മക്കാ ഭാഗങ്ങളിൽ ടെലിവിഷൻ സൗകര്യം വന്നപ്പോൾ വേണ്ടാത്ത ചിത്രങ്ങൾ കാണുന്നവരെ, ആദ്യ വീട്ടിൽ നടത്തുന്നവരെ, സാഹിബുഹു ആ വീടുകാരൻ മുഅദ്ദബുൻ അവന് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷിക്കുന്നതാണ്. മഫ്തൂൻ അവന്റെ ഭാര്യയുടെ മനസ്സ് അതാ ചിതറിപ്പോകും. അവന്റെ മക്കളുടെ മനസ്സ് അന്യ സ്ത്രീകളിലേക്ക് പോകും, ഫിത്നയാകും. എത്ര പുറമ്പോക്കിൽ നിന്നായാലും അവന്റെ വീട്ടിൽ മാനസികമായി തളർച്ചയുണ്ടായിരിക്കും. അതും ലൈംഗികമായ വിഷയമായിരിക്കും. മഹാന്മാര് പ്രത്യേകം പറഞ്ഞതാണ്, ചിത്രങ്ങൾ വീട്ടിൽ നടത്തുന്നവർക്ക് ആരാരും കാണാതെ നടത്തിയാലും അവന്റെ കുടുംബം ഫിത്നയിൽപ്പെടുത്താൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു, ചിത്രക്കളിക്കാർക്ക് എന്ന് മഹാനായ നൂറുദ്ദീനിൽ മക്കി പറഞ്ഞു. ആ മഹാന്മാരുടെ എതിരിലുള്ള പുസ്തകങ്ങൾ, അതുപോലുള്ള സീഡികൾ, അതുപോലെ തന്നെ മഹാന്മാരായ സാലിഹീങ്ങളെ ചീത്ത പറയുന്ന കേസറ്റുകൾ, അതുപോലെ അതെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റണം സഹോദരന്മാരെ. ഒരു സുന്നിയായ സഹോദരൻ അതാ എഴുതുന്നു, അതാ പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ ഈ ഒരു യൂസുഫ് നബഹാനി എന്ന മഹാനെ ഖണ്ഡിക്കുന്ന ഒരു പുസ്തകം കൊണ്ടുവന്നു. അത് വഹാബിയാകാനല്ല, ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രം. എന്തൊക്കെയുണ്ട് ഇതിൽ പറയുന്നത്? നമ്മൾ അങ്ങനെയല്ലേ, വഹാബിന്റെ പുസ്തകം ഫ്രീ ആയി കിട്ടിയ CD-യാണ്. അപ്പൊ ഒന്ന് കേട്ടു നോക്കാം, അല്ലെങ്കിൽ ഞാനത് ഉൾക്കൊള്ളാനല്ലേ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേട്ടു നോക്കാം. ഈ നിലക്കാണ് നമ്മളൊക്കെ പോകുന്നത്. മഹാനായ യൂസുഫ് നബഹാനി തങ്ങളെ എതിർക്കുന്ന ഈ പുസ്തകം ഒരാൾ വായിക്കാൻ വേണ്ടി മാത്രം വഹാബിയാകാനല്ല, അത് വീട്ടിലേക്ക് കൊണ്ടുപോയി വായന തുടങ്ങി. അദ്ദേഹം പറയുന്നു, ഞാൻ റസൂലുള്ളാഹി തങ്ങൾ സാധാരണയിൽ സ്വപ്നം കണ്ടിരുന്ന ആളാണ്, എനിക്ക് ആ കാഴ്ച നഷ്ടപ്പെട്ടു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാനാകെ വിഷമിച്ചു.
കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ദിവസം ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണാനിടയായി. ഉറക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. വലിയ അനുഗ്രഹമാണ് ഉമ്മമാരെ, സഹോദരന്മാരെ, ആഗ്രഹിക്കണം. പക്ഷേ അതിന് തടസ്സമാകുന്ന അവസ്ഥകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സഹോദരൻ പറയുന്നു, ഞാൻ മറ്റൊരു വീട്ടിൽ വെച്ച് റസൂലുള്ളാഹിനെ പിന്നെ കണ്ടു. മാസങ്ങൾക്ക് ശേഷം എല്ലാ ദിവസവും കണ്ടിരുന്ന ആളാണ് ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇടയ്ക്കിടെ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നല്ലോ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? തങ്ങളെ കാലങ്ങളായല്ലോ കണ്ടിട്ട്. റസൂലുള്ള പറയുന്നു, എന്നെ സ്നേഹിക്കുന്ന യൂസുഫ് നബഹാനി എന്ന പണ്ഡിതന്റെ എതിരിലുള്ള ഒരു പുസ്തകം നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയില്ല. സുബ്ഹാനല്ലാഹ്, ഈ ചരിത്രം ആരെഴുതിയതാ? ഇബ്രാഹിം അത്വ എന്ന മദീനയിൽ ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതൻ എഴുതിയതാണ്. ജാമി കറാമാത്തിൽ ഔലിയാഇന്റെ മുഖവരിയിൽ കാണാം ഈ ചരിത്രം. അദ്ദേഹം പറയുന്നു, ഞാൻ ഞെട്ടി ഉണർന്നു. പടച്ചോനെ, എന്ത് പണിയാണ് ഞാൻ ചെയ്തത്? വഹാബി ആകാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. യൂസുഫ് നബഹാനി എന്നൊരു സുന്നി പണ്ഡിതന്റെ എതിരുള്ള ഒരു പുസ്തകം, സുന്നി മഹാന്മാരായ പണ്ഡിതന്മാരുടെ എതിരുള്ള കേസറ്റുകൾ, അവരെ ചീത്ത പറയുന്ന കേസറ്റുകൾ, അവരെ എതിർക്കുന്നു. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഒരൊറ്റ പണ്ഡിതനും സീഡികൾ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, ഇതൊന്നും നമ്മളെ വീട്ടിൽ വെക്കരുത്. മോശമായ ഒന്നൊരു പെണ്ണിന്റെ ചിത്രം, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നല്ല ചിത്രങ്ങൾ, നല്ല വാളുകൾ, നല്ല കേസറ്റുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് വരാത്തത്. ഇദ്ദേഹം പറയുന്നു, ഞാൻ ഉണർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആയത്തുകളും ഹദീസുകളൊക്കെ എഴുതിയ ഈ വഹാബി പുസ്തകം, ഈ അറബി പുസ്തകം എന്ത് ചെയ്തു? ഒരു വഹാബിയുടെ പുസ്തകമാണ്. ഫഅഹറഖതുഹു, ഞാനത് തീയിലിട്ട് കരിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം എന്റെ വീട്ടിൽ നിന്ന് പിന്നെയും ഞാൻ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഇടയായി. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീടുകളിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ വീടുകളിൽ എന്തൊക്കെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സുന്നത്തെ ജമാഅത്തിനെതിരെയുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള സീഡികൾ, അതൊക്കെ എടുത്തു മാറ്റണം, അതൊക്കെ കരിച്ചു കളയണം. ഫ്രീ ആയി കിട്ടിയാലും കൈകൊണ്ട് തൊടരുത്. വിദേഹത്തുകാരന്റെ പുസ്തകം ഞാൻ കൈകൊണ്ട് തൊടാറില്ല. വിദേഹത്തുകാരന്റെ പുസ്തകങ്ങൾ നമ്മൾ തുടരുത്, കഴിവതും തുടരുത്. നിർബന്ധ സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാർ ഒരു പക്ഷെ ഗണ്ണിക്കാൻ വേണ്ടി വായിക്കേണ്ടി വരും, ഗണ്ണിക്കാൻ വേണ്ടി കേൾക്കേണ്ടി വരും. അത് പണ്ഡിതന്മാർക്ക് മാത്രം അനുവദനീയമാണ്. നമ്മളത് വെറുതെ പോലും കേൾക്കാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ ഉറച്ചുനിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുക, അതായിരുന്നു ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്നത്. അംസ ഉസ്താദിനെ പോലുള്ളവരുടെ റൂട്ട് നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഉസ്താദിന്റെ ആണ്ടിനോട് ബന്ധപ്പെട്ട് നടന്ന ഈ പരിപാടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം ഒരുമിച്ച് കൂടിയ പേരിൽ അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇതിന് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൽ ഷഹീദായി പോയ ശുഹദാഇനെ സിയാറത്ത് ചെയ്യൽ സാധാരണയുണ്ടെങ്കിലും യസൂറു ശുഹദാ ഉഹ്ദിൻ ഫീ കുല്ലി റഅസി മിഅത്തിൻ, എല്ലാ വർഷവും ആണ്ടാകുമ്പോൾ റസൂലുള്ള ഒരു സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് ഹദീസിൽ കാണാം. അപ്പൊ ആണ്ടിന് ബഹുമാനമുണ്ട്. വഫാത്തായ ആ ദിവസം പ്രത്യേകം സിയാറത്തിന് പുണ്യമുണ്ട്. അല്ലാത്ത ദിവസം സിയാറത്ത് പുണ്യമുള്ളതാണെങ്കിൽ വഫാത്തായ എന്ന് പ്രത്യേകം പുണ്യമുണ്ട്. അന്ന് ഒരുമിച്ച് കൂടുന്നതും അവിടെ ഇതുപോലുള്ള നന്മകൾ നടത്തുന്നതൊക്കെ വലിയ പുണ്യമുള്ള അമലുകളാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, അല്പം വിക്രം സ്വലാത്തും ചൊല്ലി ഇൻഷാ അല്ലാഹ്